സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സ്പോയിലേജ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ സ്പോയിലേജിൽ നമ്മൾ സീരിയൽസിൻ്റെ സ്പോയിലേജ് കണ്ടു, ഷുഗർ ആൻഡ് ഷുഗറി പ്രൊഡക്ട്സിൻ്റെ സ്പോയിലേജ് കണ്ടു, പിന്നെ എന്താണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സ്പോയിലേജ് കണ്ടു. അടുത്ത ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സ്പോയിലേജ് വരുന്ന പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റാണ്. മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് വന്നപ്പോൾ ഇതൊരു 2 പാർട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതിനകത്ത് കണ്ടാമിനേഷൻ, പ്രിസർവേഷൻ ആൻഡ് സ്പോയിലേജ് ഓഫ് മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് വരുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് മീറ്റ് ആണ്. അതായത് മീറ്റിനകത്ത് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് എങ്ങനെ വരും. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഇന്റേണൽ കണ്ടാമിനേഷൻ ആണ്. അതായത് ആ ഒരു മീറ്റിനകത്ത്, അതായത് മീറ്റിനകത്ത് ആസച്ച് കണ്ടാമിനേഷൻ വരുന്നത്. ഓക്കെ, അത് യൂഷ്വലി റെയർ ആണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ആ ഒരു പെർട്ടിക്കുലർ അനിമലിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാൽ പോലും നമ്മൾ സ്ലോട്ടറിങ്ങിനൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഒരു മുറിക്കാനായിട്ട് കൊണ്ടുവരുന്ന അനിമൽസിനെയൊക്കെ ഈ ഒരു വെറ്റിനറി സർജൻ അതിനെ എക്സാമിൻ ചെയ്ത് അസുഖങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അതിനെ സ്ലോട്ടറിങ്ങിലേക്ക് അല്ലെങ്കിൽ മീറ്റ് ആക്കാനായിട്ട് വിടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്റേണലി ഈ ഒരു മീറ്റിനകത്ത് അപ്പം നമ്മൾ വിചാരിക്കും എന്താ പറയുക, മൃഗങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അസുഖങ്ങളുള്ള മൃഗങ്ങളെ മുറിക്കുമ്പോൾ മീറ്റിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ സ്ലോട്ടറിങ് ചെയ്യുന്ന മൃഗങ്ങളെ നമ്മൾ എക്സാമിൻ ചെയ്ത് ഒരു വെറ്റിനറി ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് ഇത് ഫിറ്റ് ഫോർ കൺസംഷൻ ആണ് അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത മൃഗമാണ് എന്നുള്ളത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത് സ്ലോട്ടർ വിടുന്നത്. അപ്പം അങ്ങനെ സ്ലോട്ടർ ചെയ്യുന്ന ആ ഒരു എന്താണ് മീറ്റിനകത്ത് ഒരിക്കലും ഇന്റേണലി അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇറ്റ്സ് യൂഷ്വലി ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസം. ഹൗഎവർ എന്നിരുന്നാലും ചില മൈക്രോബ്സ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണ്? സ്റ്റെഫൈലോകോക്കയുണ്ട്, സ്ട്രെപ്റ്റോകോക്കയുണ്ട്, ക്ലോസ്ട്രീഡിയം ഉണ്ട്, സാൽമോണല്ല എക്സെട്ര ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം ലിംഫ് നോഡ്സ്, ബോൺ മാരോ ആൻഡ് ഫ്ലഷ്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സാൽമണല്ലോ എന്ന് പറയുന്ന ഒരു സാധനം, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ യൂഷ്വലി കേൾക്കുന്ന നമ്മുടെ ഫുഡ് പോയിസണിങ് മൂലമുള്ള മരണങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അതിലൊരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ ഒരു സാൽമണല്ലയാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ മയണൈസ് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിരിക്കാൻ പാടില്ല എന്ന് പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഈ എഗ്ഗൊക്കെ നമ്മൾ മയണൈസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എഗ്ഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗൊന്നും അല്ല. ചില ഷോപ്പുകളിൽ, വളരെ അപൂർവം ചില ഷോപ്പുകളിലൊക്കെ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് എന്താണ്, റോ എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോ എഗ്ഗിലുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് ഈ സാൽമണല്ല എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ നമ്മുടെ ബോഡിയിലെത്തിയ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് നമ്പറിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫുഡ് പോയ്സണിങ്ങിലേക്കൊക്കെ പോകുന്നത്. അതാണ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷവർമ പോലത്തേനകത്തൊക്കെ എന്താണ് ഇത്തരം മയണൈസ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് മീറ്റ് ഒക്കെ ആകുമ്പോൾ അതിനകത്ത് ഈ സാൽമണല്ലയുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അതിനകത്ത് അവർ പ്രത്യേകം പറയും, ഇത്തരം ഫുഡ് വാങ്ങിച്ച് 1 മണിക്കൂറിനകം കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും ഫുഡ് 1 മണിക്കൂറിനകം അത്രയും വാലിഡിറ്റി പീരീഡേ ഉള്ളൂ, അതിനുള്ളിൽ പ്രിപ്പയർ ചെയ്താണ് അത് അപ്പം തന്നെ കൺസ്യൂം ചെയ്യുക. ചിലരിത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചിലപ്പം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുളിച്ചിട്ട് ചിലപ്പോൾ ഒരു 11 മണി ലേറ്റായിട്ടൊക്കെ ആയിരിക്കും ഇത് കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്താണ് ഇതൊരു ഫുഡ് പോയ്സണിങ്ങിൻ്റെ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെ മൈക്രോബ്സ് ഉണ്ട്? സ്റ്റഫൈലോകോക്ക ഉണ്ട്, പിന്നെ സ്ട്രെപ്റ്റോകോക്ക ഉണ്ട്, ക്ലോസ്ട്രീഡിയം ഉണ്ട്, സാൽമണല്ല. ഇതൊക്കെ എവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഓർഗാനിസത്തിൻ്റെ ലിംഫ് നോഡ്സിൽ നിന്ന്. അതുപോലെ ബോൺ മാരോ, നമ്മുടെ ബോണിൻ്റെ മാരോ, മജ്ജ എന്ന് പറയും, ആൻഡ് ഫ്ലഷിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ ലിംഫ് നോഡ്സ് ആർ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ യൂഷ്വലി റിമൂവ്ഡ് ഡ്യൂറിങ് സ്ലോട്ടറിങ്. അതായത് ഈ ലിംഫ് നോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിൽ എന്താണ് ഈ കഴലെന്നൊക്കെ പറയും. അതായത് ഈ ലിംഫ് നോഡ്സിന് പ്രത്യേകതയുണ്ട്. ഇത് പുറത്തുനിന്ന് വരുന്ന ആ ഒരു ഫോറിനായിട്ടുള്ള സംഭവങ്ങളെ മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ഒരു ഫിൽറ്റർ പോലെ കൂടി ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലിംഫ് നോഡ്സിനകത്തുള്ള നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ സ്ലോട്ടറിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ലിംഫ് നോഡ്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ ലിംഫ് നോഡ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് രണ്ടാമത് പറയുന്നത് മെയിൻ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഏതൊക്കെയാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താണ്, ആ മീറ്റ് ആസച്ച് അല്ലെങ്കിൽ ഇന്റീരിയർ ഓഫ് ദ മീറ്റിനകത്ത് വരുന്ന അത് റെയർ ആണെന്ന് പറഞ്ഞു. പിന്നെ കാണാൻ ചാൻസ് ഉള്ള മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നതാണ് മെയിൻ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ എവിടെ നിന്നൊക്കെ വരും. ഫസ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ ആണ്. അപ്പോൾ ഇന്റേണൽ കണ്ടാമിനേഷൻ താരതമ്യേന റെയർ ആണ്, കുറവാണ്. എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ എവിടെ നിന്നൊക്കെ വരാം? നമ്മൾ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് ബ്ലീഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ ആ ഒരു സ്കിന്ന് റിമൂവ്
ചെയ്യില്ലേ ആ സ്കിന്നിങ്ങിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ് ആ ഒരു നൈഫിലൂടെ അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സർഫസിലൂടെയൊക്കെ. പിന്നെ പ്രൈമറി സോഴ്സ് എന്താണ്? ആനിമൽസ് എക്സ്റ്റീരിയർ. അതായത് ഈ കണ്ടാമിനേഷൻ ഫ്രം ഔട്ട്സൈഡിൻ്റെ പ്രൈമറി സോഴ്സ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ആനിമൽസിൻ്റെ എക്സ്റ്റീരിയർ ആണ് അല്ലേ. ആനിമൽസിൻ്റെ എക്സ്റ്റീരിയർ ആണ് എപ്പോഴും നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ അത് നിൽക്കുന്ന ആ ഒരു സർഫസും ഒക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആനിമൽസിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്ന് ഈ ഒരു മീറ്റിലേക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു കണ്ടാമിനേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അത് എവിടെ നിന്നൊക്കെയാണ്? ഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തോല് എന്ന് പറയത്തില്ലേ, ഹൈഡ്. അതുപോലെ തന്നെ ഹൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുളമ്പ് എന്ന് പറയത്തില്ല, അതായത് നമ്മുടെ ഈ ജീവികളുടെയൊക്കെ നല്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവമില്ല, അതാണ് ആ ഒരു കുളമ്പ് എന്ന് പറയുന്ന ഭാഗം ഹൂഫ്. അതുപോലെ ഹെയർ, അതിൻ്റെ രോമം. ഇതിൽ പിന്നെ ഇൻഡസ്ട്രിയൽ ട്രാക്ട് കണ്ടൻസ്, ഇൻഡസ്ട്രിയലിലൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മുഖേനയും എന്താണ്? കണ്ടാമിനേഷൻസ് വരാം. ഓക്കെ. ഇനി അടുത്തത് കണ്ടാമിനേഷൻസ് ഇൻക്ലൂഡ് നാച്ചുറൽ സർഫസ് ഫ്ലോറ. നോർമലി ഉള്ള സർഫസ് ഫ്ലോറ വരാം. പിന്നെ സോയിലിൽ നിന്ന് വരാം അല്ലേ, അത് വളരുന്ന അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സോയിലിൽ നിന്ന്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് വരാം. അതിലൊക്കെ അതിന് കൊടുക്കുന്ന ഫീഡ്, ഭക്ഷണത്തിൽ നിന്ന് വരാം. ആൻഡ് മാനുവർ ബോൺ മൈക്രോബ്സ് ഉണ്ട്. ഓക്കെ, മാനുവറിൽ നിന്നുള്ള അങ്ങനെ വരുന്ന മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് സർഫസ് ഫ്ലോറ, സോയിൽ, വാട്ടർ, ഫീഡ്, മാനുവർ ബോൺ ഇൻ മൈക്രോബ്സ്. പിന്നെ ആനിമൽസിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്ന് വരുന്ന ഏതൊക്കെയാണ്? ഹൈഡ്, ഹൂഫ്, ഹെയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രാക്ട് കണ്ടൻസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് സ്ലോട്ടറിങ് മെത്തേഡ്സ്. അപ്പോൾ ഇതെല്ലാം ഓരോ കണ്ടാമിനേഷൻ വരുന്ന ഏരിയാസ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സ്ലോട്ടറിങ് മെത്തേഡ്സിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് പറയുന്നത് മോഡേൺ ഹ്യൂമൻ മെത്തേഡ്സ്. ഹ്യൂമൻ മെത്തേഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ, അതായത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളവരെ ഭയങ്കരമായിട്ട് ഇപ്പം ഈ പന്നികളെയൊക്കെ നമ്മുടെ ഈ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തലയ്ക്കൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ കൊല്ലും. അതായത് ഭയങ്കര ക്രൂവലായിട്ടുള്ള രീതിയിലായിരുന്നു പണ്ട് കാലത്ത് കൊന്നുകൊണ്ടിരുന്നത്, അതായത് ഈ ഒരു ഫ്ലഷിന് വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് നമ്മുടെ ടെക്നോളജിയൊക്കെ കുറച്ച് പുരോഗമിച്ചപ്പോഴത്തേക്ക് ഇവർ ഇത്രയും ക്രൂവലായിട്ട് ബ്രൂട്ടലായിട്ട് ഇങ്ങനെ സഫർ ചെയ്ത് കൊല്ലാണ്ട് അവരെ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, ഇച്ചിരി ദയവോടുകൂടി അല്ലേ, കുറച്ചുകൂടി ഒരു ഹ്യൂമനായിട്ട് കൊല്ലുന്ന മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഈ മെക്കാനിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെറിയൊരു എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് അതിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ട് അവരിങ്ങനെ അൺകോൺഷ്യസ് ആക്കിയിട്ട് സ്റ്റൺ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ താരതമ്യേന അവർ കാണിക്കുന്ന ഒരു മരണവെപ്രാണോ അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു പെയിനൊക്കെ കുറവായിരിക്കും. ഓക്കെ. എന്നിരുന്നാൽ പോലും ഈ മെത്തേഡ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ മെത്തേഡ്സ് ആണെങ്കിൽ പോലും, ലൈക്ക് മെക്കാനിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ആണെങ്കിൽ പോലും എന്താണ്, ഇതിനകത്തുനിന്ന് കണ്ടാമിനേഷനകത്ത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പഴയതുപോലൊക്കെയുള്ള കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് റെഡ്യൂസ് കണ്ടാമിനേഷൻ സിഗ്നിഫിക്കൻ്റ്ലി. നൈഫ്സ് യൂസ്ഡ് ഡ്യൂറിങ് സ്റ്റിക്കിംഗ് ആൻഡ് ബ്ലീഡിങ് അല്ലേ, നമ്മളത് ആ ഒരു സ്ലോട്ടറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അതിനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട്, ബ്ലീഡ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നൈഫുകൾ. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അല്ലേ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ്റെ എമൗണ്ട് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇല്ലാത്ത പക്ഷം ഈ പറയുന്ന നൈഫ്സ് യൂസ് ചെയ്യുന്നതിലൂടെ മേ ക്യാരി ബാക്ടീരിയ ഇൻ ടു ദ കർക്കാസ് എന്ന് പറയുന്ന ഒരു മീറ്റ് ആണ്, വയ ബ്ലഡ് ആൻഡ് ലിംഫ് അല്ലെ, ലിംഫിലൂടെയും ബ്ലഡിലൂടെയൊക്കെയുള്ള ആ ഒരു ഇൻഫെക്ഷനെ നമ്മുടെ കർക്കാസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലഷിലേക്ക് കൊണ്ടുപോകാൻ കാരണമായിട്ട് മാറും. ഓക്കെ. ഇനി അടുത്തത് ക്രോസ് കണ്ടാമിനേഷൻ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. നമ്മൾ ആദ്യമേ പറഞ്ഞ മീറ്റിൻ്റെ ഇൻസൈഡ്, പിന്നെ പറഞ്ഞ മീറ്റിൻ്റെ എക്സ്റ്റീരിയർ, മൂന്നാമത് പറയുന്നത് സ്ലോട്ടറിങ് മെത്തേഡ്സിലൂടെ എങ്ങനെ കണ്ടാമിനേഷൻ വരാം, നാലാമത്തത് ക്രോസ് കണ്ടാമിനേഷൻ ആണ്. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പം അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ ആ ഒരു അനിമലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അവിടുന്ന് തന്നെ വരുന്ന കണ്ടാമിനേഷനാണ്. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നൊരു ക്രോസ് കണ്ടാമിനേഷനാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഈ ഹോട്ടൽസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് അതിലൊക്കെ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ മീറ്റ് അല്ലെ, റോ ആയിട്ടുള്ള അങ്ങനെ സംഭവങ്ങൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡും നൈഫും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ കളറിൻ്റെ ഡിഫറൻസും ഉണ്ട് അവർക്ക് പെട്ടെന്ന് അറിയാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്തേ, ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ മീനൊക്കെ മുറിക്കുന്നതിനും ഈ ഇറച്ചി പോലത്തെയൊക്കെ മുറിക്കുന്നതിനും ഒരു സെപ്പറേറ്റ് കത്തി മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇമാജിൻ എല്ലാത്തിനും കൂടി ഒരു കത്തിയാണെന്ന് വിചാരിക്കുക അല്ലെ. നമ്മൾ മീറ്റൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത കത്തി അവിടെ വെക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും റോ ആയിട്ട് കഴിക്കാനുള്ള സാലഡ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ കത്തി വീണ്ടും ഉപയോഗിക്കണം. അപ്പം നമ്മൾ നേരത്തെ ചിക്കൻ അല്ലെങ്കിൽ ആ ഒരു ഫിഷൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ പോലും അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ചത്തുപോയിക്കോളും. പക്ഷേ നമ്മൾ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ എഗെയിൻ തിരിച്ച് വന്നിട്ട് ഈ ഒരു വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ആസച്ച് ആണ് അല്ലെങ്കിൽ അതിനെ റോ ഫോമിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ
അതിൻ്റെ ആ ഒരു നൈഫിലൂടെ ബാക്ടീരിയാസ് ഇതിനകത്തോട്ട് വരാം. ഓക്കെ, അത് എന്താണ്? അതാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ക്രോസ് കണ്ടാമിനേഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടൂൾസ്, നമ്മൾ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ലോട്ടറിങ്ങുമായിട്ട് അല്ലെങ്കിൽ മീറ്റ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. 2 ക്ലോത്ത്സ്, എയർ ആൻഡ് വർക്കേഴ്സ് ഹാൻഡ്സ് ആൻഡ് ക്ലോത്തിങ് ആർ ഇന്റർമീഡിയറ്റ് കണ്ടാമിനേഷൻ സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്രോസ് കണ്ടാമിനേഷന് കാരണമാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റ് ഫർദർ കണ്ടാമിനേഷൻ ക്യാൻ ഒക്കർ ഫ്രം എവിടെ നിന്നൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റും? ഒന്ന്, നമ്മൾ ഈ മീറ്റൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന കാർട്ടൺസ് പോലത്തെ അല്ലെങ്കിൽ കാർഡ്സ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നേഴ്സ്, ബോക്സസ് ഒക്കെ. ഓക്കെ, പിന്നെ പറയുന്നത് അതർ കണ്ടാമിനേറ്റഡ് മീറ്റ്സ് അല്ലെ. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഇപ്പം കട്ട് ചെയ്ത മീറ്റ് നല്ല പ്യുവറായിട്ടുള്ള മീറ്റ് ആയിരിക്കും, അതിന് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോബ്സ് ഒന്നും ഇല്ലാത്തതായിരിക്കും. പക്ഷേ അവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന അല്ലേ, അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ ഓഫ് മീറ്റ് എന്താണ്, അത് കണ്ടാമിനേറ്റഡ് ആണെന്ന് വെക്കുക. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് ക്രോസ് കണ്ടാമിനേഷൻ സംഭവിക്കാം. പിന്നെ പറയുന്നത് എന്താണ്? എയർ ബോൺ മൈക്രോ ഓർഗാനിസംസ് അല്ലേ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്? എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. അപ്പം എയറിനകത്തൂടെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഈ മീറ്റിലൂടെ എന്ത് ചെയ്യാം? കണ്ടാമിനേഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെന്താണ്? പേഴ്സണൽ, ഇത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളിലൂടെയുള്ള കണ്ടാമിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് ക്രോസ് കണ്ടാമിനേഷൻ ഫാക്ടേഴ്സിനകത്ത് പറയുന്നത്. പ്രധാനമായിട്ടും ടൂൾസ്, ക്ലോത്ത്, എയർ, വർക്കേഴ്സ്, ഹാൻഡ്. പിന്നെന്താണ്? മറ്റ് കണ്ടാമിനേഷൻ്റെ സോഴ്സ് ആണ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ കണ്ടാമിനേറ്റഡ് മീറ്റുമായിട്ടുള്ള ഇത് ടച്ചിൽ വരികയാണെങ്കിൽ എയർബോൺ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പേഴ്സണൽസ് അല്ലെ, വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അതിനകത്ത് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മീറ്റ് കട്ട് ചെയ്തു അല്ലെ, മീറ്റിനെ നമ്മൾ എടുത്തു, എക്സ്റ്റീരിയർ ഫാക്ടേഴ്സ് പറഞ്ഞു, സ്ലോട്ടർ ചെയ്തതിന് ശേഷം ക്രോസ് കണ്ടാമിനേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ ഫ്രീസർ യൂണിറ്റ്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെ കണ്ടാമിനേഷൻ വരും? ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ഓഫ് സൈഗ്രോട്രോപിക് ബാക്ടീരിയ അല്ലേ, നമ്മൾ മറ്റേ മീസോഫിലിക് ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, അവർക്കൊരു നോർമൽ ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. എത്രയാണ്? ഒരു 25 മുതൽ ഒരു 14 അല്ലെങ്കിൽ ഒരു 50 റേഞ്ചിന് ഉള്ളിൽ വരുന്ന ടെമ്പറേച്ചർ. അപ്പം ഒരുവിധപ്പെട്ട ഒരു വൈഡ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയയും വളരുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മീസോഫിലിക് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം അതിന് താഴേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ പോവുകയാണെങ്കിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഇപ്പം നമ്മൾ തെർമോഫിലിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ലവിങ് ആണ്. അപ്പം അവർക്കൊരു 75 മുകളിൽ ഒരു 85, 90, 93 വരെയൊന്നും അവർക്ക് കുഴപ്പമില്ല. അവർ അത്രയും ഹൈ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവർക്ക് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ കൂടുതൽ സർവൈവൽ റേറ്റ്, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഗ്രോത്ത് കൂടുതൽ കാണിക്കുന്ന ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതാണ് സൈഗ്രോട്രോപിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതൊരു PYQ ആണ്. അതായത് ഈ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിലൊക്കെ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സൈഗ്രോട്രോപിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? കോൾഡ് ടോളറൻ്റ് ആയിട്ടുള്ള മൈക്രോബിയൽ സ്പോയിലേജ് സ്പീഷീസ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ മീറ്റ് കൊണ്ടുപോയിട്ട് നമ്മളിത് ഫ്രീസർ യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിലേക്കോ കൊണ്ടുപോവാണ്. പക്ഷെ അവിടെ ആരുണ്ട്? നമ്മുടെ സൈഗ്രോട്രോപിക് ബാക്ടീരിയ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവർ മീസോഫിലിക് ടെമ്പറേച്ചറിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ജീവിച്ചവരായിരുന്നു. പക്ഷെ ഇവർ കോൾഡിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവർക്ക് ഹാപ്പിയായി. കാര്യം ഇവരുടെ ഫേവറബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇവർ പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. ആ ഒരു മീറ്റിൻ്റെ സ്പോയിലേജിന് കാരണമായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് ഇൻഗ്രീഡിയൻസ് അല്ലെ. നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടും അവിടെ അല്ലെങ്കിൽ ഇതിനെ ഹാങ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഗ്രൈൻഡേഴ്സ്, സോസേജ് സ്റ്റഫേഴ്സ് അല്ലെ. സോസേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ മറ്റേ ഈ ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു ഫുഡില്ലേ, അതായത് 2 ഇങ്ങനെ ബണ്ണ് പോലെ ഇരിക്കും, അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു നീളത്തിലുള്ള ഒരു സാധനം പോലെ ഇരിക്കും. അതാണ് നമ്മുടെ ഹോട്ട് ഡോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു കേസ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കവറിങ് പോലത്തേനകത്ത് നമ്മുടെ ഈ മിൻസ്ഡ് മീറ്റ്, അതായത് മീറ്റ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഒരു ഫോമിലാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് വിടുന്നതാണ് ഈ സോസേജ് എന്ന് പറയുന്നത്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവാമെങ്കിൽ നമ്മുടെ മീറ്റിൻ്റെ സെക്ഷനിലൊക്കെ ഇങ്ങനെ കവറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഒന്നും ഒരു സ്റ്റേപ്പിൾ ഫുഡല്ല, പക്ഷേ ഇത് ഈ എന്താ പറയുക, നമ്മുടെ ഈ ബണ്ണിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഈ സോസേജ് ഒക്കെ അങ്ങനെ ചിലർ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ സോസേജ് സ്റ്റഫേഴ്സ്, അതിന് സോസേജ്
ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, കേസിങ്സ്, അതായത് ഇതിൻ്റെ ഒരു ഔട്ടർ കവറിങ് കൊടുക്കുമല്ലോ, കേസിങ്സ് ആൻഡ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് സ്പൈസസ് ആൻഡ് ഫില്ലേഴ്സ്. അല്ലപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സ്പൈസസ്, ഫില്ലേഴ്സ്, ഇതിനകത്തെല്ലാം എന്താ ഉണ്ടായിരിക്കും, ലാർജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകാം. ഇത് വന്നിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഒരു മീറ്റിൻ്റെ സ്പോയിലേജിന് കാരണമായിട്ട് മാറും. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, മൈക്രോബിയൽ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മൈക്രോബിയൽ ഗ്രോത്ത് നമ്മളിപ്പം സ്റ്റെറൈലായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് പിന്നീട് വരാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു പ്രസൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ മതി, അവർ ആ ഒരു ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് അവർക്ക് ആപ്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ, ആപ്റ്റായിട്ടുള്ള മോയിസ്ചർ കണ്ടന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവരവിടെ ഗ്രോ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, പിന്നെ അവരുടെ നമ്പർ അങ്ങ് കൂടും. അത് മാത്രമല്ല പിന്നീട് അത് ആ ഒരു ഭാഗത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സിലും സർഫസിലേക്കും ഒക്കെ വന്ന് പടരുകയും ചെയ്യും. അത് നമ്മൾ അവിടെ കോണ്ടാക്റ്റിൽ വരുന്ന മീറ്റിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്ത ഒരു ടേബിൾ ആണ് ആവറേജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് കണ്ടാമിനേറ്റിംഗ് ബീഫ് ഇൻ പാക്കിംഗ് പ്ലാന്റ് സ്ലോട്ടർ റൂം. അതായത് നമ്മുടെ പാക്കിംഗ് പ്ലാന്റിൽ സ്ലോട്ടർ റൂമിലും ഒക്കെയുള്ള ഓരോ രീതിയിൽ ആ ഒരു നമ്മുടെ ബീഫിനകത്തേക്ക് വരുന്ന ആവറേജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. നമ്മളിത് വെജിറ്റബിളിൻ്റെ കേസിലും ഫ്രൂട്ട്സിൻ്റെ കേസിലും ഒക്കെ പഠിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെയുള്ള ടേബിളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. അപ്പോൾ ഇവിടെ സാമ്പിൾ എന്താണ്, ബീഫ് ഡ്രസ്ഡ് ഓൺ ഫ്ലോർ. ഓക്കെ, അതായത് ബീഫ് ഡ്രസ്ഡ് എന്ന് വെച്ചാൽ അതിനെ ആ മുറിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ അങ്ങനെ ബീഫ് ഡ്രസ്ഡ് ഓൺ ഫ്ലോർ ആണെങ്കിൽ ബാക്ടീരിയയുടെ പ്രസൻസ് 6,400 to 8,30,000 per centimeter square ആണ്. അതായത് ബീഫിൻ്റെ ഒരു പീസ് അല്ലെ, ഇപ്പം നമ്മളൊരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയാണെന്ന്, സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയാണെന്ന് നോക്കുക. അപ്പം ഇത്രയും ഒരു പാർട്ട് എന്ത് ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് ഈ 6,400 മുതൽ 8,30,000 per centimeter square. ഈസ്റ്റ്, മോൾഡ് ഇങ്ങനത്തെ ബീഫിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇനി സോയിൽ ഫ്രം ആനിമൽസും. ഓക്കെ, ഇനി ആനിമൽസിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്, ഓക്കെ, സോയിലിൽ നിന്ന് വരുന്നത് അത് 1,10,000, 1 lakh അല്ല സോറി, ഏകദേശം 1 crore അല്ലെങ്കിൽ ഒരു 11 million അത്രത്തോളം ഒരു ഗ്രാമിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഈസ്റ്റിലേക്ക് വരുമ്പം അത് ഒരു ഗ്രാമിൽ 50,000, മോൾഡിലേക്ക് വരുമ്പം 1,20,000 ആണ് ഗ്രാമിൽ വരുന്നത്. ഓക്കെ, ഇനി ആനിമൽസിന്റെ ഫീസസിൽ, ഇതപ്പോൾ സോയിൽസിൽ നിന്ന് ആ ഒരു അനിമലിന്റെ പാർട്ടിലേക്ക് വരുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ഇനി ആനിമൽ ഫീസസ് അല്ലെങ്കിൽ ഫ്ലഷിലേക്ക്, ഓക്കെ, ആനിമൽ ഫീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആനിമൽസിന്റെ എക്സ്ക്രീറ്റയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ബാക്ടീരിയയുടെയാണ് പറയുന്നത്. അതായത് അതെത്രയാണ്, അതും ഓൾമോസ്റ്റ് ഏകദേശം ഒരു 90 million അടുത്ത് വരുന്നുണ്ട് അല്ലേ. ഫീസസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എക്സ്ക്രീറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അവിടെ ഈസ്റ്റ് എത്രയാണ്, അവിടെ ഓൾമോസ്റ്റ് ഒരു 2 lakh ആണ്, മോൾഡ് 60,000 ആണ്. ഓക്കെ, ഇനി റൂമൻ കണ്ടന്റ്, റൂമൻ എന്ന് പറയുന്നത് നമ്മുടെ റൂമൻ റെറ്റിക്കുലോ എന്നൊക്കെ പറയുന്നത് ഈ എന്താ പറയുന്ന ഈ മീറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കാറ്റിൽസിൻ്റെ ഒക്കെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൊമക്കിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, അവിടെ എത്രത്തോളം ഉണ്ടായിരിക്കും, അവിടെ ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പം കുറേ ഉണ്ട്, 200 million മേ ബി ട്രില്യൺ ഒക്കെ ഉണ്ടായിരിക്കും. അത്രയും പെർ ഗ്രാം ഉണ്ട്. ഇവിടെ ഒരു 1,80,000 ആണ് ഈസ്റ്റ് ഉള്ളത്. മോൾഡ് വന്നത് 1,600 gram ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അല്ലേ. നമ്മൾ ഈ ഒരു ടേബിൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ കണ്ടന്റ് വരുന്നത് എവിടെ നിന്നാണ്, അത് നമ്മുടെ ആ ഒരു റൂമനിൽ നിന്നാണ്. അപ്പം അങ്ങനത്തെ ഓർഗാനിസംസ് ഏറ്റവും കൂടുതൽ വരുന്ന ഏത് കണ്ടീഷൻ ആണെന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഈ വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി വാട്ടർ വാഷിംഗ് ബീഫ്, അതായത് നമ്മൾ ഈ ബീഫ് വാഷ് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് വാട്ടറിൽ നിന്ന് ബാക്ടീരിയയുടെ കണ്ടന്റ് എത്ര വരാം, 20 മുതൽ 10,000 per milli വരാം. ആ ഒരു വാട്ടറിനകത്തുള്ള കണ്ടന്റ്, ഈസ്റ്റ് മോൾഡും ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് വാട്ടർ വാഷിംഗ് ഫ്ലോർ, അവിടുന്ന് ഏകദേശം 1,000 to 16,000 per milli, അതും ബാക്ടീരിയ ആണ്. ഇനി റൂം എയറിൽ വരുമ്പോഴത്തേക്ക് എത്രയാണ്, 140 per centimeter square ഓഫ് പ്ലേറ്റ്. ഇവിടെ ഈസ്റ്റ് ഇല്ല, മോൾഡ് 2 per centimeter square. ഓക്കെ, അങ്ങനെയാണ് ഒരു ആവറേജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു നമ്പർ കാണിക്കുന്നത്. ഈ നമ്പർ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എത്രത്തോളം നമ്പറാണ് കൂടുതൽ വരുന്നത് അല്ലെ. ഇപ്പം ഇതിനകത്ത് ഒന്നാലോചിക്കുക, ബീഫ് ഡ്രസ്ഡ് ഓൺ ഫ്ലോറിനകത്തും വാട്ടർ വാഷിംഗ് ബീഫിനകത്തും വാട്ടർ വാഷിംഗ് ഫ്ലോറിനകത്തുമാണ് നമ്മുടെ മോൾഡും ഈസ്റ്റും ഇല്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ കമ്പാരിസൺ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഫ്രീക്വൻലി ഐസൊലേറ്റഡ് മൈക്രോ ഓർഗാനിസം ഫ്രം മീറ്റ് ആണ്. ഓക്കെ, അതായത് മീറ്റിൽ നിന്ന് നമ്മൾ യൂഷ്വലി ഐസൊലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീറ്റ്, അത് ഓരോ രീതിയിലും എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ്. ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള റെഫ്രിജറേറ്റഡ് മീറ്റിൽ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കത്തില്ല പ്രോസസ്സ് ചെയ്ത് വരുന്ന മീറ്റിൽ. ഓക്കെ, അപ്പം അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഫ്രഷ് ആൻഡ് റെഫ്രിജറേറ്റഡ് മീറ്റിൽ, അതായത് നമ്മൾ അതിനെ പ്രോസസ്സ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുന്ന മീറ്റിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക്
നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ബാക്ടീരിയക്കകത്ത് വരുന്ന അസിനറ്റോബാക്ടർ ഉണ്ട്, മൊറാക്സെല്ല, സ്യൂഡോമോണാസ്, എയറോമോണാസ്, ആൽക്കലി ജീനസ് ആൻഡ് മൈക്രോകോക്കസ്. മോൾഡിനകത്ത് ക്ലാഡോസ്പോറിയം, ജിയോട്രിക്കം, സ്പോറോട്രിക്കം, മ്യൂക്കർ ആൻഡ് താംനീഡിയം. ഓക്കെ, ഈ താംനീഡിയം ഒക്കെ നമ്മുടെ ഈ മീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് മോൾഡാണ് കേട്ടോ. പിന്നെ ഈസ്റ്റിൽ കാൻഡിഡ, ടോറിലോപ്സിസ്, ഡിബാരിയോമൈസിസ് ആൻഡ് റോഡോടോർല. ഓക്കെ, ഇനി ഇത് എത്രയാണ് ഫ്രെഷ് ആൻഡ് റെഫ്രിജറേറ്റഡ് മീറ്റിനകത്തുള്ളതാണ്. ഇനി അടുത്തത് വന്നിട്ട് പ്രോസസ്ഡ് ആൻഡ് ക്യൂർഡ് മീറ്റ്. ക്യൂർഡ് മീറ്റ് എന്ന് വെച്ചാൽ ഈ മീറ്റിനെ നമ്മൾ ഈ സോൾട്ട് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്മോക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നൈട്രേറ്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യൂറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്ഡ് ആൻഡ് ക്യൂർഡ് മീറ്റിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് നോക്കാം. ബാക്ടീരിയയിൽ ലാക്ടോബാസിലസ് ഉണ്ട് ആൻഡ് അതർ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ അസിനറ്റോബാക്ടർ ഉണ്ട്, ബാസിലസ്, മൈക്രോകോക്കസ് ഉണ്ട്, സെറേഷ്യ, സ്റ്റഫൈലോകോക്കസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോസസ്ഡ് ആൻഡ് ക്യൂർഡ് മീറ്റ്സിൽ എക്സ്ട്രാ വരുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയയും അതുപോലെ എന്താണ് ലാക്ടോബാസിലസും ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫുഡിനെയൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ക്യൂർഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് മീറ്റിലുണ്ട് എന്നൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. പിന്നെ മോൾഡിൽ പറയുമ്പോഴത്തേക്ക് ആസ്പെർഗില്ലസ് ഉണ്ട്, പെൻസീലിയം ഉണ്ട്, റൈസോപ്പസ് ഉണ്ട്, എഗെയിൻ ടാംനീഡിയം ഉണ്ട്. ഈസ്റ്റിനകത്ത് ഡിബാരിയോമൈസിസ് ഉണ്ട്, ടോർല ഉണ്ട്, ടോർലോപ്സിസ് ഉണ്ട്, ട്രൈക്കോസ്പോറോൺ ഉണ്ട്, കാൻഡിഡ ഉണ്ട്. ഇതെല്ലാം കാണാതെ പഠിക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ടൈപ്സ് ആൻഡ് സോഴ്സസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ മീറ്റ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ്? ഡൈവേഴ്സ് മൈക്രോബിയൽ കണ്ടാമിനൻസ്. അപ്പം ഓരോ ടൈപ്സ് ഓഫ് മീറ്റിനകത്ത് അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീറ്റിലുള്ളതെന്നാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ഡൈവേഴ്സ് മൈക്രോബിയൽ കണ്ടാമിനൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു വേരിയഡ് കണ്ടാമിനേഷൻ സോഴ്സസ് മെനി ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് മേ ബി പ്രസന്റ് ഓൺ മീറ്റ്. അല്ലേ, പല രീതിയിലുള്ള കണ്ടാമിനേഷൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എയറിൽ നിന്ന് കണ്ടാമിനേഷൻ വരുവാണെങ്കിൽ ഉണ്ടാവുന്ന മൈക്രോ ഓർഗാനിസം ആവത്തില്ല ചിലപ്പോൾ ആ വാഷ് വാട്ടറിൽ നിന്ന് വരുന്ന, അതിൽ നിന്നുള്ളത് ആവത്തില്ല ചിലപ്പോൾ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഓരോന്നിൻ്റെയും സോഴ്സുകൾ അല്ലെങ്കിൽ അത് വരുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഫംഗൈ ആണ്. ഫംഗൈ പറയുമ്പോഴത്തേക്ക് മോൾഡ്സ്, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ മോൾഡും ഈസ്റ്റും പറഞ്ഞു. ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിസെല്ലുലാർ ആണ്, മോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക മോൾഡ് മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ മൾട്ടി സെല്ലുലാർ, മോൾഡ്, ഈസ്റ്റ് യൂണിസെല്ലുലാർ ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ കോമൺലി കാണപ്പെടുന്ന മോൾഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ആ ഒരു ടേബിളിൽ പറഞ്ഞതൊക്കെ തന്നെയാണ്. ക്ലാഡോസ്പോറിയം ഉണ്ട്, സ്പോറോട്രിക്കം ഉണ്ട്, ജിയോട്രിക്കം ഉണ്ട്, താംനീഡിയം, മ്യൂക്കർ, പെനിസീലിയം, ഓൾട്ടർനേറിയ, മൊണീലിയ. ഇത്രയെണ്ണം കോമൺലി കാണപ്പെടുന്ന മോൾഡുകളാണ്. ഏതൊക്കെയാണ്? ക്ലാഡോസ്പോറിയം ഉണ്ട്, സ്പോറോട്രിക്കം, ജിയോട്രിക്കം, താംനീഡിയം, മ്യൂക്കർ, പെനിസീലിയം, ഓൾട്ടർനേറിയ ആൻഡ് മൊണീലിയ. ഓക്കെ, ഇനി ഈസ്റ്റും ഉണ്ടാകും അല്ലെ. ഈസ്റ്റും നമ്മൾ കുറെ ഈസ്റ്റിനെ കണ്ടു. മോസ്റ്റ്ലി അസ്പോറോജീനസ് ആയിരിക്കും. അസ്പോറോജീനസ് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫംഗൈ ക്ലാസ്സിൽ വരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് അവർ സ്പോർ ഫോം ചെയ്യുന്നതായിരിക്കും. ഈ സ്പോർ ഫോം ചെയ്തിട്ട് പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് സ്പോർസ് ജനറേറ്റ് ചെയ്ത് അല്ലെ പുതിയ ഓർഗാനിസം വരും. അപ്പം ഇവിടെ പറയുന്ന ഈസ്റ്റ് പ്രധാനമായിട്ട് നമ്മുടെ മീറ്റിൽ കാണുന്നത് മോസ്റ്റ്ലി അസ്പോറോജീനസ് ആയിരിക്കും, അതായത് സ്പോർ ഫോം ചെയ്യാത്ത ടൈപ്പ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത വരുന്നത് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് കോമൺ ആയിട്ട് വരുന്നത്? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ന്യൂമറസ് ബാക്ടീരിയ ജനീറ ആർ കോമൺലി അസോസിയേറ്റഡ് വിത്ത് മീറ്റ് സ്പോയിലേജ്. അത് ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞൊക്കെ തന്നെയാണ്. സ്യൂഡോമോണാസ് ഉണ്ട്, അസിനറ്റോബാക്ടർ ഉണ്ട്, മൊറാക്സെല്ല, ആൽക്കലി ജീനസ്, മൈക്രോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, സാർസിന, ലൂക്കണോസ്റ്റോക്ക്, ലാക്ടോബാസിലസ്, പ്രോട്ടിയസ്, ഫ്ലേവോബാക്ടീരിയം, ബാസിലസ്, ക്ലോസ്ട്രീഡിയം, ഈക്കോളൈ അല്ലെങ്കിൽ എസ്ട്രീഷ്യ കോളൈ, കാമ്പൈലോബാക്ടർ, സാൽമണ ആൻഡ് സ്ട്രെപ്റ്റോമൈസ് അല്ലേ. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചപ്പോൾ ഈ സാർസീന, അതുപോലെ തന്നെ ലൂക്കണോസ്റ്റോക്ക്, പ്രോട്ടിയസ്, ഫ്ലേവോബാക്ടീരിയം, ഈക്കോളൈ, കാമ്പൈലോബാക്ടർ അങ്ങനത്തെയൊക്കെ വെച്ച് ബാക്കിയെല്ലാം നമ്മളെ ടേബിളിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ബാക്ടീരിയസ് ഇൻവോൾവ് ആയിട്ടുള്ളത് ഇൻ മീറ്റ് സ്പോയിലേജിൽ? സ്യൂഡോമോണാസ്, അസിനറ്റോബാക്ടർ, മൊറാക്സെല്ല, ആൽക്കലിജീനസ്, മൈക്രോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, സാർസിന, ലൂക്കണോസ്റ്റോക്ക്, ലാക്ടോബാസിലസ്, പ്രോട്ടിയസ്, ഫ്ലേവോബാക്ടീരിയം, ബാസിലസ് ഉണ്ട്, ക്ലോസ്ട്രീഡിയം ഉണ്ട്, എസ്റ്റിരീഷ്യ കോളൈ ഉണ്ട്, സാൽമണല്ല ഉണ്ട്, സ്ട്രെപ്റ്റോമൈസ് ഉണ്ട്, കാമ്പൈലോബാക്ടർ ഉണ്ട്. ഓക്കെ,
പിന്നെന്താണ്, മെനി ഓഫ് ദീസ് ആർ സൈഗ്രോട്രോപ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സൈഗ്രോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മീറ്റിനെയൊക്കെ നമ്മൾ റെഫ്രിജറേറ്റർ ചെയ്ത് വെച്ചുകൊണ്ട് മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ടിവിറ്റി കുറയോ? ഇല്ല. കാര്യം റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ആ ഒരു ചില്ലിംഗ് ടെമ്പറേച്ചറിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതിൽ മിക്കവാറുമുള്ള സൈഗ്രോട്രോപ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതിന് മിക്കവാറും ഉള്ളതൊക്കെ എന്താണ്, പലത് സൈഗ്രോട്രോപ്സ് ആണ്. ഇപ്പം സ്യൂഡോമോണാസ് അതൊരു സൈഗ്രോട്രോപ്പ് ആണ്. അസിനോട്ടോബാക്ടർ അതൊരു സൈഗ്രോട്രോപ്പ് ആണ്. ആൽക്കലിജീനസ് സൈഗ്രോട്രോപ്പ് ആണ്. ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അതൊരു സൈഗ്രോട്രോപ്പസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞായിരുന്നു സെറേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സെറേഷ്യ എന്ന് പറയുന്നത് ഒരു സൈഗ്രോട്രോപ്പസ് ആണ്. ഓക്കെ, ല്യൂക്കണോസ്റ്റോക്ക് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സൈഗ്രോട്രോപ്പ് ബാക്ടീരിയ ആണ്. അതായത് എന്താണ്, ചില്ലിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിലും സർവേ ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഗ്രോ ചെയ്യാനും പറ്റുന്ന ബാക്ടീരിയാസിന് എക്സാമ്പിളാണ് ഈ സ്യൂഡോമോണാസ്, അസിനോട്ടോബാക്ടർ, ആൽക്കലിജീനസ്, ല്യൂക്കണോസ്റ്റോക്ക്, ലാക്ടോബാസിലസ്, സെറേഷ്യ ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ പാത്തജൻ കണ്ടാമിനേഷൻ. അപ്പം നമ്മൾ മീറ്റിലുള്ള കണ്ടാമിനേഷൻ പറഞ്ഞു. ഇനി ഹ്യൂമൻ പാത്തജൻ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഹ്യൂമൻസിൽ നിന്ന് വരുന്ന കണ്ടാമിനേഷൻ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ്? മീറ്റ്സ് മേ ബി കണ്ടാമിനേറ്റഡ് വിത്ത് ഹ്യൂമൻ പാത്തജൻസ് പെർട്ടിക്കുലർലി ഇൻഡസ്റ്റൈനൽ ടൈപ്പ് ബാക്ടീരിയ ലൈക്ക് സാൽമണല്ല ആൻഡ് ഈക്കോളി. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻസിൻ്റെയൊക്കെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയസ് ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ സാൽമണല്ല അല്ലെങ്കിൽ ഈക്കോളി അല്ലെങ്കിൽ എസ്റ്റിരീഷ്യ കോളി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ ഹ്യൂമൻസിൽ നിന്ന് കണ്ടാമിനേഷൻ വരാം. ഓക്കെ, ഇനി അടുത്ത റീറ്റെയിൽ ആൻഡ് ഹൗസ് ഹോൾഡ് കണ്ടാമിനേഷൻ. അതായത് നമ്മുടെ ഇപ്പം മീറ്റ് ഒക്കെ ഈ സ്ലോട്ടറിങ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വീടുകളിലേക്ക് കുക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇതിനെ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് നമ്മൾ വീണ്ടും വിൽക്കാനായിട്ടൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടാമിനേഷൻ വരാം. അതെന്തൊക്കെയാണ്? ഇൻ റീറ്റെയിൽ മാർക്കറ്റ് കണ്ടാമിനേഷൻ ക്യാൻ കം ഫ്രം എവിടെ നിന്നൊക്കെ വരാം? ഫസ്റ്റ് പറയുന്നത് ടൂൾസ് അല്ലെ. റീറ്റെയിൽസിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് മുറിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ട്. ഇപ്പം നൈഫ്സ് ഉണ്ട്, സോസ് ഉണ്ട്, ക്ലീവേഴ്സ്, സ്ലൈസേഴ്സ്, ഗ്രൈൻഡേഴ്സ് എന്നൊക്കെ വെച്ചാൽ അരയ്ക്കുന്ന ടൈപ്പ്. പിന്നെ സർഫസസ് അല്ലേ, നമ്മളത് കട്ട് ചെയ്യുന്ന ചോപ്ഡ് സർഫസ് ഒക്കെ. അപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ ബീഫ് പോലത്തെയൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കഷ്ണത്തിൻ്റെ മേലെ വെച്ചിട്ടാണ് ഈ ബീഫ് അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് ചോപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ നല്ല വൃത്തിക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴുകുമോ? അവരങ്ങനെ കഴുകത്തൊന്നുമില്ല, അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനകത്ത് എന്താണ്, നമ്മുടെ നേരത്തെ മുറിച്ചിട്ടുള്ള മീറ്റിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇരുന്നിട്ട് അവിടെ അതൊരു മൈക്രോബിയൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു ഡ്വെല്ലിംഗ് ഏരിയ ആയിട്ട് മാറും. അപ്പോൾ വീണ്ടും അടുത്ത മീറ്റൊക്കെ അവിടെ മുറിക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടാമിനേഷൻ വരാം. പിന്നെ എന്താണ്, ചോപ്പിംഗ് ബ്ലോക്ക്, സ്കെയിൽസ്. സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുന്ന വെയിങ് സ്കെയിലില്ലേ, അതിലൊക്കെ കണ്ടെയ്നേഴ്സ്, സോഡസ്റ്റ്, ഇവിടെ നിന്നൊക്കെ എങ്ങനെ വരാം, വീണ്ടും കണ്ടാമിനേഷൻ വരാം. ഓക്കെ, ഇനി പേഴ്സണൽസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ്, അതായത് ഇതാരാണോ നമ്മുടെ മീറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അവരുടെ നിന്ന് ഈ പറഞ്ഞൊക്കെ കണ്ടാമിനേഷൻ വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ, എനിക്കൊരു അസുഖമുണ്ട് അല്ലേ, അപ്പോൾ ഞാനത് പ്രോപ്പറായിട്ട് മൗത്തൊന്നും മാസ്ക് ഒന്നും ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാണ്ട് കയ്യിൽ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാണ്ടൊക്കെയാണ് ഞാനിതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ആ ഒരു മീറ്റിലേക്ക് നമ്മുടെ പാത്തജൻസ് സ്പ്രെഡ് ഉണ്ടാവും. ഓക്കെ, ഇൻ ഹോംസ് റെഫ്രിജറേറ്റർ കണ്ടെയ്നേഴ്സ് പ്രീവിയസ്ലി യൂസ്ഡ് ടു സ്റ്റോർ മീറ്റ് മേ ബി സോഴ്സസ് ഓഫ് സ്പോയിലേജ് ഓർഗാൻസ് അല്ലേ. പലപ്പോഴും ഈ വീടുകളിലൊക്കെ എന്താണ്, ഇപ്പോൾ ഈ മീറ്റ് പോലത്തേക്ക് വെക്കുന്ന ഒരു നമ്മുടെ ഫ്രീസറിനകത്ത് ഒരു റാക്ക് പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റാക്കിനകത്ത് ഓരോ തവണയും നമ്മൾ കൊണ്ടുവരുന്നു, ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തു വെക്കുന്നു, തിരിച്ച് നമ്മൾ പാത്രം എടുത്തുകൊണ്ട് വരുന്നു അല്ലേ. അപ്പം നമ്മുടെ ആ ഒരു വെക്കുന്ന പാത്രത്തിൽ നിന്നുള്ള ബ്ലഡോ അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങളോ ഒക്കെ അതിനകത്ത് ആയിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഓരോ തവണയും എന്ത് ചെയ്യണം, ആ ഒരു ട്രേ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം വീണ്ടും വെക്കാനായിട്ട്. പക്ഷെ അങ്ങനെയൊന്നും പലരും ചെയ്യാറില്ല. അപ്പം വീണ്ടും എന്ത് ചെയ്യുന്നു, അവിടേക്ക് പുതിയ മീറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരത്തെ ഉള്ളതിൽ നിന്ന് കണ്ടാമിനേഷൻ വരാം. കാര്യം ഓൾറെഡി അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, പല മൈക്രോ ഓർഗാനിസംസും സൈഗ്രോട്രോപ്പിക് ആണ് അല്ലേ. അപ്പോൾ അത് ആ ഒരു ലോ ടെമ്പറേച്ചറിൽ അവിടെ അത് വളരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ വീണ്ടും അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്ന് കണ്ടാമിനേഷൻ വരുന്നത്. അപ്പം കണ്ടാമിനേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സോഴ്സിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് കോമൺ ആയിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ പ്രിസർവേഷൻ അല്ലെങ്കിൽ ഇതിനെ കണ്ടാമിനേറ്റഡ് ആവാണ്ട് അല്ലെങ്കിൽ സ്പോയിലേജ് സംഭവിക്കാതെ എങ്ങനെ പ്രിസർവ് ചെയ്യാം. ഓക്കെ, അപ്പം മീറ്റ്സ് ആർ യൂഷ്വലി പ്രിസർവ്ഡ് യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് പ്രിസർവേറ്റീവ് മെത്തേഡ്സ് അല്ലേ. അതായത് ഇപ്പം നമുക്ക് പല രീതിയിൽ ഇതിനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാം. ഇപ്പം ക്യൂർ ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാം, നമുക്ക് സ്മോക്ക് ചെയ്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാം അല്ലെ. അങ്ങനെ പല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദേ ആർ ഹൈലി പെരിഷബിൾ ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ മോയ്സ്ചർ, ന്യൂട്രിയൻസ് ആൻഡ് ഹാവ് നിയർലി ന്യൂട്രൽ pH. ഓക്കെ, അപ്പം ഈ മീറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ മിൽക്ക് പോലെ അല്ലെങ്കിൽ ഫിഷ് പോലെയൊക്കെ ഭയങ്കര ഹൈ
ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ വേണ്ട ആവശ്യമായിട്ടുള്ള അളവിലുള്ള മോയ്സ്ചർ ഉണ്ട്, ഇതിന് വളരാൻ വേണ്ട ന്യൂട്രിയൻസ് ഉണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഒരു pH ലെവൽ വന്നിട്ട് ഒരു ഹൈ pH ഒരു ലോ pH അല്ല, പിന്നെ എന്താണ് ഒരു ന്യൂട്രൽ pH ആണ്. ഓക്കെ, അടുത്തത് മൈക്രോ ഓർഗാനിസംസ് മേ ഓൾറെഡി ബി പ്രസന്റ് ഇൻ ദ ലിംഫ് നോഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിംഫ് നോഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ പോലും എന്താണ് ലിംഫ് നോഡ്സിനകത്ത് അല്ലെങ്കിൽ ബോൺസിൽ അല്ലെങ്കിൽ മസിൽസിന്റെ ടിഷ്യൂസിലൊക്കെ എന്തുണ്ടാവും, ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടാകാം. ഓക്കെ, അപ്പം കണ്ടാമിനേഷൻ ഡ്യൂറിങ് പ്രോസസ് ഈസ് ഓൾമോസ്റ്റ് അൺഅവോയ്ഡബിൾ മേക്കിംഗ് പ്രിസർവേഷൻ മോർ ഡിഫിക്കൽട്ട് അല്ലേ. അപ്പം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു മീറ്റിന് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഫൈനലി ആ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിൽ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ എന്താണ് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതുപോലെ ഈ കൂളിംഗ് എന്താണ്, കൂളിംഗ് നമ്മൾ പ്രോപ്പറായിട്ടല്ല പ്രോംപ്റ്റായിട്ടല്ല ചെയ്യുന്നത്. അതുപോലെ മാത്രമല്ല ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്ലോട്ടർ ചെയ്ത മീറ്റ് ഇങ്ങനെ എടുത്തു വെക്കുകയാണ്, എടുത്തു വെച്ചിട്ട് അതിനപ്പം തന്നെ നമ്മളത് കൂളിംഗ് ഒന്നും ചെയ്യാണ്ട് കുറേ നേരം അതിനെ അവിടെ ലെഫ്റ്റ് ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കൂൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നെങ്കിൽ ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം റാപ്പിഡ് ഇഫ് ദ കൂളിംഗ് ഈസ് നോട്ട് പ്രോംപ്റ്റ് ആൻഡ് റാപ്പിഡ് ആഫ്റ്റർ സ്ലോട്ടർ സ്പോയിലേജ് ആൻഡ് ചേഞ്ചസ് ഇൻ ഫ്ലേവർ ആൻഡ് അപ്പിയറൻസ് ക്യാൻ ഒക്കർ. ഓക്കെ, ഇനി അടുത്തത് ഈവൻ ഡ്യൂറിങ് ചിൽഡ് സ്റ്റോറേജ് സം മൈക്രോബിയൽ ഗ്രോത്ത് മേ സ്റ്റിൽ ടേക്ക് പ്ലേസ് ഓവർ ടൈം അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു അതായത് ചിൽഡ് സ്റ്റോറേജിന്റെ സമയത്താണെങ്കിൽ ചില മൈക്രോബിയൽ ഓർഗാനിസംസ് അവിടെ വളരുമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ സൈഗ്രോട്രോപിക് ബാക്ടീരിയ എന്നൊക്കെ പറയുന്നതാണ് അങ്ങനത്തെ ഈ പറഞ്ഞ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചില്ലിംഗ് ടെമ്പറേച്ചറിലും വളരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഓരോ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്ന മെത്തേഡാണ് അസെപ്സിസ് എന്ന് വെക്കും. ഓക്കെ, അപ്പോൾ അസെപ്സിസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മൈക്രോ ഓർഗാനിസംസ് വരാണ്ട് അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ചെയ്ത് നോക്കുക അല്ലെ, കീപ്പിംഗ് ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രിസർവേഷനെ ഏറ്റവും ഇഫക്റ്റീവ് ആക്കുന്ന ഒരു മെത്തേഡ്. അതായത് മൈക്രോ ഓർഗാനിസം വന്നിട്ട് നമ്മൾ അതിനെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നതിന് നല്ല എന്താണ് മാക്സിമം മൈക്രോ ഓർഗാനിസംസ് അഫക്റ്റ് ചെയ്യാണ്ട് നോക്കുക അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ അത് കട്ട് ചെയ്യുന്ന സമയം മുതൽ അത് ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജിലും എല്ലാം നമ്മൾ എല്ലാം വളരെ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബിയൽ ഫ്രീ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പം ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ സ്റ്റോറേജ് ലൈഫ് അണ്ടർ ചില്ലിങ്, മേക്സ് ഏജിങ് സേഫർ ആൻഡ് എൻഹാൻസസ് ക്യൂറിങ്, സ്മോക്കിംഗ് ആൻഡ് ഹീറ്റിംഗ് മെത്തേഡ് അല്ലേ. അത് മാത്രമല്ല നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ അസെപ്റ്റിക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന മീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചില്ലിങ് ടെമ്പറേച്ചറിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ് കിട്ടും. അങ്ങനത്തെ മീറ്റിൽ കുറച്ചും കൂടെ നമുക്ക് അതിനെ ഏജ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ ഫ്ലേവറും റിസൾട്ടും ഒക്കെ കിട്ടും. ഏജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മീറ്റൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ആ ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനെ കുറച്ച് സമയം നമ്മളൊന്ന് ഏജ് ചെയ്യാനായിട്ട്, അതായത് അതിനെ ഒന്ന് പാകമായി ആകാനായിട്ട് നമ്മൾ അനുവദിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് എൻസൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ അത് ആ ഒരു മീറ്റിൻ്റെ ടെൻഡർനെസ്, സോഫ്റ്റ്നെസ്, അതിൻ്റെ ഒരു ജ്യൂസിനെസ്, ഫ്ലേവർ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് അതിൻ്റെ വർദ്ധിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ആ മീറ്റിനെ ഏജ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മൾ അങ്ങനെ അസെപ്റ്റിക്കായിട്ട് സൂക്ഷിക്കുന്ന മീറ്റ് ആണെങ്കിൽ നമുക്ക് ക്യൂറിങ്ങിൻ്റെ സമയത്താണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിങ്ങിലൊക്കെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അസെപ്സിസ് ബിഗിൻസ് ബൈ മിനിമൈസിങ് കണ്ടാമിനേഷൻ അല്ലെ. അസെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ് കീപ്പിംഗ് അവേ മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്, നമ്മൾ മാക്സിമം കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഒരു സ്ലോട്ടറിങ്ങിന് വേണ്ടി ഒരു അനിമലിനെ കൊണ്ടുവരുമ്പം തന്നെ അതിനെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് അസുഖങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക അല്ലേ. പിന്നെ അതിനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്ഥലം എന്താണ് കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടിരിക്കുക. അതുപോലെ അതിനെ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, മിനിമൈസിങ് കണ്ടാമിനേഷൻ ഫ്രം ദ അനിമൽസ് എക്സ്റ്റീരിയർ സച്ച് ആസ് ബൈ വാഷിംഗ് ആൻഡ് യൂസിങ് ഫുഡ് ബാത്സ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൂഫിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കണ്ടാമിനേഷൻ വരെ. അപ്പോൾ ഫുഡ് ബാത്സ് ഒക്കെ യൂസ് ചെയ്ത് ആനിമൽസിൻ്റെ എക്സ്റ്റീരിയർ ഒക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാക്സിമം മൈക്രോബിയൽ ഒരു എന്താണ് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി ഡിസ്പൈറ്റ് ക്ലീനിങ് ഹൈറ്റ്സ് ആൻഡ് ഹെയർ റിമെയിൻ മേജർ കണ്ടാമിനേഷൻ സോഴ്സ് അല്ലേ. നമ്മളിനി ക്ലീൻ ചെയ്താൽ പോലും എന്താണ് ഇതിൻ്റെ ആ ഒരു തോലിലും അതിൻ്റെ രോമത്തിലും ഒക്കെ എന്താണ് കണ്ടാമിനേഷൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല സ്കിന്നിങ്ങിൻ്റെ സമയത്ത് ഈ തൊലിയൊക്കെ ഉരിക്കുന്ന സമയത്ത് ഈ ഒരു പാർട്ട് നമ്മുടെ ആ ഒരു മീറ്റും ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് കണ്ടാമിനേഷൻ വരാം. ഓക്കെ, ഇനി അടുത്തത് നൈഫ്സ് യൂസ്ഡ് ഇൻ ബ്ലീഡിങ് ആൻഡ് സ്കിന്നിങ്. അതായത് ഇനി അടുത്ത് എന്താണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന കത്തി അല്ലെങ്കിൽ സ്കിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നൈഫ്സ് ഒക്കെ എന്താണ് ക്യാൻ ഇൻട്രൊഡ്യൂസ് മൈക്രോ ഓർഗാനിസം ഇൻ ടു ദ കാർക്കസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം നമ്മൾ അവിടെ
കുറച്ചുകൂടെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അല്ലേ അങ്ങനത്തെ നൈഫ്സ് യൂസ് ചെയ്യുക. അടുത്തത് സ്കാൾഡിങ് ഹോക്സ് മേ ഇൻട്രൊഡ്യൂസ് ഓർഗാനിസംസ് ടു എൻ്റർ ഹൈറ്റ്സ് ആൻഡ് ലങ്സ്. അതായത് ഈ പറഞ്ഞ സ്കാൾഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമൽസിനെയൊക്കെ ഈ ചൂടുവെള്ളത്തിൽ മുക്കി പിടിക്കും. നിങ്ങൾ ഈ പണ്ട് കാലത്തെ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഈ താറാവ് പോലെ തന്നെയൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്കിന്ന് ചെയ്ത് കളഞ്ഞാൽ ഇങ്ങനെ രോമം പോലെ ഇങ്ങനെ അതിൻ്റെ സ്കിന്ന് കുറച്ചിങ്ങനെ പൊങ്ങി വരും. അപ്പം അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഹെയറും അല്ലെങ്കിൽ അതിൻ്റെ തൂവലും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുറേ നേരം ഇങ്ങനെ മുക്കി വെച്ചേക്കും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, മൈക്രോ ഓർഗാനിസംസ് അതിൻ്റെ ലങ്സിലേക്ക് ഒക്കെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൊലിയിലൂടെ ഒക്കെ അങ്ങനെ കണ്ടാമിനേഷൻ സംഭവിക്കും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കണ്ടാമിനേഷൻ ഓൾസോ ഒക്കേഴ്സ് ഫ്രം എക്യുപ്മെൻറ്റ് അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റിലൂടെ വർക്കേഴ്സ് വാട്ടർ ആൻഡ് എയർ ഡ്യൂറിങ് എവിസറേഷൻ ആൻഡ് പ്രോസസ്സിങ്. എവിസറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഓർഗൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള സ്പ്ലെയിന്, ഹാർട്ട് അല്ലെ, അതിൻ്റെ മറ്റേ ആ ഒരു ഇൻഡസ്റ്റൈൻ പോലത്തെ പാർട്ട് അതൊന്നും പലരും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിനെയൊക്കെ എടുത്തുകളെ, അതാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ എന്താണ് നമ്മൾ ഗ്രേറ്റ് കെയർ കൊടുക്കണം. കാര്യം മാക്സിമം മൈക്രോബിയൽ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെയ്തതിന് നമുക്ക് സ്പോയിലേജ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ചിൽഡ് റൂംസ് ആൻഡ് ടൂൾസ് ലൈക്ക് സോസ്, ടേബിൾസ് ആൻഡ് കൺവെയർസ് ഫർദർ ആറ്റ് മൈക്രോ ഓർഗാനിസംസ്, അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. മോസ്റ്റ് സ്പോയിലേജ് ഓർഗാനിസംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദീസ് സ്റ്റേജസ് ഹൈലൈറ്റിംഗ് ദ നീഡ് ഫോർ അസെപ്റ്റിക് ഹാൻഡ്ലിംഗ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പോയിലേജ് ഓർഗാനിസംസ് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഈ ഏരിയയിലൊക്കെ നമ്മൾ മാക്സിമം അസെപ്റ്റിക് ആയിട്ട് വേണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ആൻഡ് വൺസ് കണ്ടാമിനേറ്റഡ് റിമൂവിംഗ് മൈക്രോ ഓർഗാനിസംസ് ഈസ് ഡിഫിക്കൽട്ട്. ഹോട്ട് വാട്ടർ ഓർ സാനിറ്റൈസർ സ്പ്രേസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് സർഫസ് ബാക്ടീരിയ. ഓക്കെ, സ്പോയിൽഡ് സർഫസ് ഏരിയസ് മേ ബി ട്രിംഡ് ബട്ട് ദിസ് ഈസ് നോട്ട് എ റിലയബിൾ പ്രിസർവേഷൻ മെത്തേഡ് അല്ലേ. അപ്പം ഈ പറഞ്ഞൊക്കെ പല രീതിയിൽ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞൊക്കെ ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ സാനിറ്റൈസർ സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു സർഫസ് ഏരിയ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതൊരു റിലയബിൾ പ്രിസർവേഷൻ മെത്തേഡ് അല്ല. മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണ്, അതിനകത്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒക്കെ വരാണ്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി റാപ്പിംഗ് ഫിലിംസ് ഇൻഫ്ലുവൻസ് കണ്ടാമിനേഷൻ. ദർ പെർമിയബിലിറ്റി ടു ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ എഫക്ട് മീറ്റ് സ്പോയിലേജ് ആൻഡ് ഷെൽഫ് ലൈഫ് അല്ലെ. റാപ്പിംഗ് ഫിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന ഫിലിം പോലത്തെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞൊക്കെ പെർമിയബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ ഗ്യാസുകളൊക്കെ എൻ്റർ ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ മോയ്സ്ചർ എൻ്റർ ചെയ്യാം. അങ്ങനെ മീറ്റിൻ്റെ സ്പോയിലേജും ഷെൽഫ് ലൈഫിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്സിജൻ പെർമിയബിൾ ഫിലിംസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ മീറ്റ് കളർ ആൻഡ് ഫേവർ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ പെർമിയബിൾ ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട്, ഓക്സിജനെ അകത്തേക്ക് കയറ്റിവിടുന്ന ടൈപ്പ്. അങ്ങനത്തെ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, മീറ്റിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെയും അത് ഫേവർ ചെയ്യും. ഓക്സിജൻ ടൈറ്റ് ഫിലിംസ് വിത്ത് ഇവാക്വേഷൻ ആർ പ്രിഫേർഡ് ഫോർ ക്യൂർഡ് മീറ്റ്സ്. ക്യൂർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നൈട്രേറ്റ്സോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മീറ്റുകളാണ് ക്യൂർഡ്. അപ്പം അതിന് നമ്മൾ ഓക്സിജൻ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ അങ്ങനത്തെ ടൈറ്റ് ഫിലിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇൻഹിബിറ്റിംഗ് മോൾഡ് ആൻഡ് സ്റ്റഫൈലോകോക്കസ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അത്തരം ടൈറ്റ് ഫിലിംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ മോൾഡ് അല്ലെങ്കിൽ സ്റ്റഫൈലോകോക്കസിൻ്റെ ഒക്കെ ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഡു നോട്ട് പ്രൊമോട്ട് ക്ലോസ്ട്രീഡിയം ബോട്ടിലം മോർ ദാൻ പ്ലെയിൻ ട്രാപ്സ്. പ്ലെയിൻ ട്രാപ്സിനെ അപേക്ഷിച്ച് ഇത്തരം ഓക്സിജൻ ടൈറ്റ് ട്രാപ്സ് ക്ലോസ്ട്രീഡിയത്തിൻ്റെ ഒന്നും ആ ഒരു ഗ്രോത്തിനെ അത്രത്തോളം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തത് യൂസ് ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ അസെപ്റ്റിക് മെത്തേഡ്സിൽ അത്രയാണ് പറയുന്നത്. ഇനി അടുത്തത് ഹീറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു മീറ്റിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന ഒരു സംഭവമാണ് ക്യാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാനിങ്ങിന് പ്രധാനമായിട്ടും പറയുമ്പോഴത്തേക്ക് എന്താണ്, അതൊരു ക്യാനിങ് ഓഫ് മീറ്റ് എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് മെത്തേഡാണ്. അപ്പം മിക്കവാറും മീറ്റുകളൊക്കെ എന്താണ്, ലോ അസിഡിക് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു അസിഡിറ്റി കുറവുള്ള ടൈപ്പ് ഓഫ് ഫുഡാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഹീറ്റ് പെനട്രേഷൻ ഡിവേഴ്സ് ബൈ പ്രോഡക്റ്റ് being faster in soup and slower in dense meat and പേസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഈ ക്യാൻഡ് മീറ്റിനകത്ത് നമ്മൾ ആ ഒരു സൊല്യൂഷനൊക്കെ ഫില്ല് ചെയ്തിട്ട് പിന്നെ അതിന് നമ്മൾ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് പെനട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ സൂപ്പ് പോലത്തെ കുറച്ചൊരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു എന്താ യൂണിഫോം ടെക്സ്ചറുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിനകത്തേക്ക് ഹീറ്റിൻ്റെ പെനട്രേഷൻ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ടായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ അതിനകത്ത് നമ്മൾ വലിയ ചങ്ക് അല്ലെങ്കിൽ വലിയ പീസസ് ഓഫ് മീറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ എന്താണ്, ഹീറ്റ് പെനട്രേഷൻ കുറച്ചുകൂടെ സ്ലോവർ ആയിരിക്കും. അപ്പം അതിന് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ്
ഫുഡാണ് അല്ലേ, ചിലപ്പോൾ നമ്മളിപ്പം മീറ്റിൻ്റെ പീസസ് ആണോ, അല്ലെങ്കിൽ ഇനി അത് സൂപ്പ് ഫോമിലാണോ, അല്ലെങ്കിൽ അത് പേസ്റ്റ് ഫോമിലാണോ, അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണെന്ന് അനുസരിച്ചിട്ടിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിനകത്തുള്ള ക്യാനിങ് അല്ലെങ്കിൽ ക്യാനിങ്ങിന് എത്രത്തോളം ഹീറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുക. ഓക്കെ, അഡിറ്റീവ്സ് ലൈക്ക് സോൾട്ട് അല്ലെ, അതുപോലെ കാര്യം നമുക്ക് പല അഡിറ്റീവ്സ് ഇപ്പോൾ പ്രിസർവേറ്റീവ്സ് ലൈക്ക് സോൾട്ട് അല്ലെങ്കിൽ സ്പൈസസ്, ക്യൂറിങ് ഏജൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രേറ്റ്സ് അല്ലെങ്കിൽ നൈട്രൈറ്റ്സ് പോലത്തെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് ആ ഒരു ക്യാനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും. അത് മാത്രമല്ല ക്യാനിങ് ആണ്, അപ്പോൾ ക്യാനിങ്ങിനകത്ത് ഓക്സിജൻ്റെ ആബ്സെൻസ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന മൈക്രോബിയൽ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താണ്, അനൈറോബിക് ടൈപ്പ് ആണ് അല്ലേ, അതായത് ഓക്സിജൻ വേണ്ടാത്ത ടൈപ്പ് ആയിരിക്കും നമ്മുടെ ക്ലോസ്ട്രിഡിയം പോലത്തെ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അനൈറോബിക് സ്പോർസിനെയൊക്കെ അത് എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ക്യാൻഡ് മീറ്റ്സ് ഫോൾ ഇൻ ടു 2 കാറ്റഗറീസ്. ക്യാൻഡ് മീറ്റ്സ് തന്നെ 2 കാറ്റഗറീസിലായിട്ട് വീഴും. ഒന്ന് എന്താണ്, ഷെൽഫ് സ്റ്റേബിൾ മീറ്റും ഉണ്ട്, 2 നോൺ ഷെൽഫ് സ്റ്റേബിൾ മീറ്റും ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഷെൽഫ് സ്റ്റേബിൾ മീറ്റ്? ഷെൽഫ് സ്റ്റേബിൾ മീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹീറ്റ് പ്രോസസ്ഡ് ആയിട്ട് സൂക്ഷിക്കുന്ന മീറ്റ്, അത് കൊമേഴ്സ്യലി സ്റ്റെറൈലായിട്ടുള്ളതായിരിക്കും. നമുക്കതിനെ റൂം ടെമ്പറേച്ചർ നമുക്ക് ഒരുപാട് നാൾ അതിനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും, അൺലെസ് അത് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിലും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ അടുത്ത സമയത്ത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ നമ്മുടെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന അന്റാർട്ടിക്ക പോലത്തെ സ്ഥലമാണ്. അപ്പം അവിടെ എക്സ്പെഡിഷന് പോയ ഒരാൾക്ക് എന്താണ്, ഒരു ക്യാൻഡ് ഫുഡ് കിട്ടി. അപ്പോൾ ആ ക്യാൻഡ് ഫുഡ് എന്തോ സംതിങ് ഇങ്ങനത്തെ ഒരു നോൺ വെജ് ഫുഡാണ്. അപ്പം പുള്ളി അതിനകത്ത് ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 10-35 വർഷമായിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ അത് കേടായിട്ടുണ്ടാവും എന്നുള്ള ഒരു വിചാരത്തിലാണ് പുള്ളി അത് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ അത് ഐസിലായതുകൊണ്ടും ആ ഒരു ക്യാനിന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരാത്തത് കൊണ്ടും അതിനകത്തുള്ള ഫുഡിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇയാളതൊരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു സ്റ്റിങ്കി സ്മെല്ലൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ അയാൾക്കത് ഓപ്പൺ ചെയ്തപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല. പുള്ളി ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, പ്രോപ്പറായിട്ടുള്ളൊരു ക്യാൻഡ് ഫുഡാണ്. മാത്രമല്ല അത് ഐസ് പോലെ അത്രയും ലോ ടെമ്പറേച്ചറിൽ ഒരുപാട് നാൾ കിടന്നുകൊണ്ടാണ് കേടാവാഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നോൺ ഷെൽഫ് സ്റ്റേബിൾ മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് പാർഷ്യലി ഹീറ്റ് ട്രീറ്റഡ് ആയിട്ടുള്ള മീറ്റാണ് ആൻഡ് മസ്റ്റ് ബി റെഫ്രിജറേറ്റഡ് അല്ലെ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന മീറ്റൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ ഷെൽഫ് സ്റ്റേബിൾ ആണ് അല്ലേ. നമ്മളതിനെ കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്തിട്ട് നാളെ രാവിലെ എടുക്കാൻ നോക്കിയാൽ അത് കേടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി നമ്മളെടുത്ത് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഷെൽഫ് സ്റ്റേബിൾ മീറ്റ്സ് ആർ പ്രോസസ്ഡ് അറ്റ് അപ്രോക്സിമേറ്റ്ലി 98 ഡിഗ്രി സെൽഷ്യസ്. അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മുടെ ഷെൽഫ് സ്റ്റേബിൾ മീറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നത്, അപ്രോക്സിമേറ്റ്ലി 98 ഡിഗ്രി സെൽഷ്യസ് ഇൻ സ്മോൾ കണ്ടെയ്നേഴ്സ് ദാറ്റ് ഈസ് എന്താണ്, ലെസ് ദാൻ 1 LB. 1 LB എന്ന് വെച്ചാൽ 1 പൗണ്ട് ആണ് കേട്ടോ. LB എന്ന് വെച്ചാൽ പൗണ്ട് ആണ്. അപ്പം 1 പൗണ്ടിൽ താഴെ വെയിറ്റ് വരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലായിട്ടാണ് അപ്രോക്സിമേറ്റ്ലി 98 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷെൽഫ് സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മൾ കൊമേഴ്സ്യലി സ്റ്റെറൈലായിട്ട് ഹീറ്റ് പ്രോസസ് ചെയ്ത് ക്യാൻഡ് ഫുഡുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നോൺ ഷെൽഫ് സ്റ്റേബിൾ മീറ്റ്സ് ഇൻ ലാർജ് കണ്ടെയ്നേഴ്സ് അപ് ടു 22 LB. LB മീൻസ് പൗണ്ട് ആണ്, അറ്റ് അപ്രോക്സിമേറ്റ്ലി 65 ഡിഗ്രി. അപ്പോൾ പാർഷ്യൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പം നോൺ ഷെൽഫ് സ്റ്റേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഒരു ഫുള്ളി ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല, പാർഷ്യൽ ഹീറ്റ് ട്രീറ്റഡ് ആണ്. അത് മാത്രമല്ല അത് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലല്ല, വലിയ കണ്ടെയ്നേഴ്സ് ആണ്. മോർ ദാൻ ഒരു എന്താണ് 22 പൗണ്ട്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള വലിയ കണ്ടെയ്നേഴ്സിൽ പാർഷ്യലി ഹീറ്റ് ട്രീറ്റഡ് ആണ്. അപ്പം അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് നാൾ അങ്ങനെ റൂം ടെമ്പറേച്ചറിലൊന്നും പുറത്ത് സൂക്ഷിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പെട്ടെന്ന് തന്നെ റെഫ്രിജറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, other heat methods include hot water surface treatment which may affect the quality. Okay, പിന്നെ cooking at the packing plant, example Venus, and during smoking helps reduce microbial load. Okay, ഇനി നമ്മൾ പാക്കിംഗ് പ്ലാന്റ് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഈ സ്മോക്കിംഗ് പോലത്തെയൊക്കെ വരുവാണെങ്കിൽ അതിനകത്തുള്ള മൈക്രോബിയൽ ലോഡ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി കുക്ക്ഡ് പ്രോഡക്ട്സ് ലൈക്ക് ഹാം ആൻഡ് സോസേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സോസേജ് പോലെ തന്നെ അല്ലേ, നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടില്ലേ, ഇങ്ങനെ സോസേജ് പോലത്തെ സാധനം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു പ്രോസസ്ഡ് പ്രോഡക്റ്റ് ആണ് ഈ ഹാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രീ കുക്ക്ഡ് ഹാംസ് ആൻഡ് സോസ്, അതായത് പാർഷ്യലി ഇത് കുക്ക്ഡ് ആണ്, പക്ഷെ നമ്മളത് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം
Pre-cooked products like ham and sausages must be refrigerated as they are not sterile and may support spoilage if left at room temperature. അപ്പോൾ ഇത് പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞൊക്കെ നമ്മൾ റെഫ്രിജറേറ്റർ വേണം സൂക്ഷിക്കാൻ. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിലും അതിങ്ങനെ ആ ഒരു ഫ്രീസർ സെക്ഷനകത്താണ് പാക്കറ്റിനകത്തായിട്ട് ഇത് റെഫ്രിജറേറ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. കാര്യം എന്താണ്, ഇത് സ്റ്റെറൈൽ അല്ല. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിട്ട് പോകും. ഓക്കെ, ഇനി അടുത്ത കുക്കിംഗ് മീറ്റ്സ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ ഗ്രേറ്റ്ലി റെഡ്യൂസസ് മൈക്രോബ്സ് ആൻഡ് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ്. അല്ല, ഇപ്പം നമ്മളിപ്പം ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് പ്രഷർ കുക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ ഒരു മൈക്രോബിയൽ കണ്ടന്റ് ഒരുപാട് കുറയുകയും ചെയ്യും, അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ കുക്ക് ചെയ്തിട്ട് വീണ്ടും അത് എയറിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ലെഫ്റ്റ് ചെയ്യുകയാണ്. അപ്പം വീണ്ടും മൈക്രോബിയൽ ഇത് വരുന്നത് കൊണ്ടാണ് അത് സ്പോയിൽഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി പ്രീ കുക്ക്ഡ് ഫ്രോസൺ meats should have minimal viable microorganisms. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള ഫ്രോസൺ മീറ്റിനകത്ത് എന്തായിരിക്കും, ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഏറ്റവും മിനിമം ആയിരിക്കണം. ഓക്കെ, അടുത്തത് യൂസ് ഓഫ് ലോ ടെമ്പറേച്ചർ ആണ്. അപ്പം നമ്മൾ അസെപ്സിസ് കണ്ടു, പിന്നെ എന്താണ് യൂസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, ഹീറ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രിസർവേഷൻ കണ്ടു. അടുത്തത് ലോ ടെമ്പറേച്ചർ ആണ്. അത് പ്രധാനമായിട്ട് എന്താണ്, നമ്മുടെ ചില്ലിങ്ങും ഫ്രീസിങ്ങും ഒക്കെയാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ ചില്ലിങ് നോക്കാം. ഏറ്റവും മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മീറ്റ് പ്രിസർവേഷൻ അല്ലെങ്കിൽ ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ദാൻ ഫ്രീസിങ് ആണ് ചില്ലിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രോംപ്റ്റ് ആൻഡ് റാപ്പിഡ് ചില്ലിങ് നിയർ 0°C ഇൻഹിബിറ്റ് മീസോഫിലിക് മൈക്രോബിയൽ ഗ്രോത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈഗ്രോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു ഫ്രീസിങ് ടെമ്പറേച്ചറിലും അത് ഗ്രോ ചെയ്യും. പക്ഷേ മീസോഫിലിക് മൈക്രോ ഓർഗാനിസംസ്, അതായത് ആ ഒരു 25 മുതൽ ആ ഒരു അപ്രോക്സിമേറ്റ്ലി 45 റേഞ്ചിൽ വരുന്ന ടെമ്പറേച്ചറിൽ വളരുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് മീസോഫിലിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഈ ഒരു മീസോഫിലിക് റേഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം അതിനെ കില്ല് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രോംപ്റ്റ് ആൻഡ് റാപ്പിഡ് ചില്ലിങ് നിയർ 0°C ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം പറഞ്ഞു, എന്താണ് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മീറ്റ് പ്രിസർവേഷൻ വൈഡ്ലി യൂസ്ഡ് ദാൻ ഫ്രീസിങ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഫ്രീസിങ്ങും ചില്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ ചില്ലിങ് ആണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അപ്പം ചില്ലിങ്ങും ഫ്രീസിങ്ങും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ചില്ലിങ് എന്ന് പറയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 0 അല്ലെങ്കിൽ ഒരു -1 മുതൽ നമ്മുടെ ആ ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഒരു 4-7 ഡിഗ്രി വരെയുള്ള ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചാണ് ചില്ലിങ് എന്ന് വെച്ചാൽ. ഫ്രീസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരിയും ലോ ടെമ്പറേച്ചർ, അതായത് ഒരു -18 വരുന്നതൊക്കെ ടെമ്പറേച്ചറാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കൂടുതലായിട്ട് റെഫ്രിജറേറ്റർ ചെയ്യുന്ന എന്താണ്, അതൊരു തരം ചില്ലിങ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ പ്രോംപ്റ്റ് ആൻഡ് റാപ്പിഡ് ചില്ലിങ് നിയർ 0° ഇൻഹിബിറ്റ്സ് മീസോഫിലിക് മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, അടുത്തത് സ്റ്റോറേജ് ടെമ്പറേച്ചർ ടിപ്പിക്കലി -1.4° to 2.2°C വിത്ത് ലോവർ ടെമ്പറേച്ചേഴ്സ് ആർ പ്രിഫേർഡ് അല്ലേ. അതായത് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റോറേജ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ യൂഷ്വലി നമ്മൾ മീറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ആ ഒരു ചില്ലിംഗ് ടെമ്പറേച്ചറാണ്. ചില്ലിംഗ് ടെമ്പറേച്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് -1.4° to 2.2°C. ഓക്കെ, ആ ഒരു ലോ ടെമ്പറേച്ചറിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു മീറ്റിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സൂക്ഷിക്കുന്നത്. കാര്യം മീറ്റ് നമ്മൾ ഒരുപാട് ഈ എക്സ്ട്രീം ഫ്രീസർ ടെമ്പറേച്ചറിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഫ്രീസർ ബേൺ പോലത്തേക്ക് വരാം. ഓക്കെ, മീറ്റിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാം. അപ്പോൾ ഇതൊരു നോർമലായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ്. ചില്ലിംഗ് ടൈം ലിമിറ്റ് എത്രയാണ്? ബീഫ് ആണെങ്കിൽ നമുക്കൊരു 30 days വരെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ ഒരു ടെമ്പറേച്ചർ. അതായത് നമ്മൾ പറഞ്ഞ -1.4 മുതൽ 2.2° വരെ വരുന്ന ചില്ലിംഗ് ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് ബീഫ് ആണെങ്കിൽ 30 ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും. പോർക്ക്, ലാമ്പ്, മട്ടൺ. ഓക്കെ, പോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, പന്നിയാണ് അല്ലേ. അതിലൊക്കെ ഈ ലാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആടിൻ്റെയാണ് ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മട്ടൺ എന്ന് പറയുന്നത് ശരിക്കും ചെമ്മരിയാടിൻ്റെയാണ് ഈ മട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില്ലിംഗ് ടൈം ലിമിറ്റ് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ് ആ ഒരു ടെമ്പറേച്ചർ, -1.4°C to 2.2°C ആണ് ആ ഒരു ചില്ലിംഗ് ടെമ്പറേച്ചർ. അപ്പം നമുക്ക് ഓരോ മീറ്റും എത്ര നാൾ ആ ഒരു ടെമ്പറേച്ചർ സൂക്ഷിക്കാൻ പറ്റും. ബീഫ് ആണെങ്കിൽ നമുക്കൊരു 30 ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇനി പോർക്ക്, ലാമ്പ്, മട്ടൺ. പോർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പന്നിയുടെ ഇറച്ചിയാണ്. ലാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇളം ആടിൻ്റെ ഇറച്ചിയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ 1 വയസ്സിലൊക്കെ താഴെയുള്ള ഇളം ചെറിയ ആട്ടിൻകുട്ടീൻ്റെ ഇറച്ചിയാണ് ലാമ്പ് എന്ന് പറയുന്നത്. മട്ടൺ ആണെങ്കിൽ കുറച്ചും കൂടെ മുതിർന്ന അഡൾട്ടായിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഇറച്ചിയാണ് നമ്മൾ മട്ടൺ എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ നമുക്കൊരു 1 to 2 weeks വരെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിൽ ചില്ല് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി വീലെന്ന് പറയുന്നത് എന്താണ്, അത് ഇളം മാട്ടിറച്ചിയാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ബീഫിൻ്റെ ഈ പറഞ്ഞൊക്കെ ഇത്ര വീക്സിൽ താഴെയുള്ള ചെറിയ ചെറിയ ആനിമലിൻ്റെ മീറ്റാണ് വീൽ എന്ന് പറയുന്നത്.
പറയുന്നത്, അതിലും കുറച്ചുകൂടെ ഷോർട്ടർ ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അൺകുക്ക്ഡ് സോസേജ് റിക്വയർസ് റെഫ്രിജറേഷൻ. നമ്മൾ കുക്ക് ചെയ്യാത്ത സോസേജിന് എന്താണ്, റെഫ്രിജറേഷൻ വേണം. ആൻഡ് ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയർ ഇഫക്റ്റ് സ്റ്റോറേജ് ലൈഫ്. ഓക്കെ, ഇവിടെ അത് മാത്രമല്ല, അവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റി, പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ ഇഫക്റ്റ്, അതൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റോറേജിനെ, ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഹയർ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ സ്ലോ മൈക്രോബിയൽ ഗ്രോത്ത്. നമുക്കറിയാം ഈ പറഞ്ഞ മിക്ക മൈക്രോബിയൽ ഓർഗാനിസംസും എയറോബിക് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഓക്സിജന്റെ പ്രസൻസ് ആണ് കൂടുതലായിട്ടും വേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യും. ബട്ട് മേ ഡൾ മീറ്റ് കളർ, അതായത് മീറ്റിന്റെ ആ ഒരു കളറിനെ എന്ത് ചെയ്യും, അത് ഡള്ള് ചെയ്യും. ഓക്കെ, അതായത് ലോസ് ഓഫ് ബ്ലൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീറ്റിന്റെ ഒരു നല്ല ആ ഒരു എന്താണ്, ഒരു ചെറിയ റെഡ് കളർ വരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ബ്ലൂമിങ് ഓഫ് മീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ആ ഒരു കളർ നമുക്ക് അവിടെ കിട്ടാണ്ട് കുറച്ചുകൂടെ ഒരു ഡാർക്കൻഡ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് പോകാം കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ മൈക്രോബിയൽ ഗ്രോത്തിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഗ്യാസ് സ്റ്റോറേജ് വെച്ചാൽ അഗൈൻ ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാണ്ട് നമുക്ക് ഓസോണും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഷെൽഫ് ലൈഫ് നമുക്കൊന്ന് ഡബിൾ. ഇപ്പം നമുക്ക് ബീഫ് 30 days ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 months വരെയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അവിടെ ഈ പറഞ്ഞൊക്കെ ഓസോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലേവറിനകത്ത് കുറച്ച് ഡിഫറൻസ് വരും. പക്ഷേ സ്പോയിലേജ് ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്പോയിലേജ് ഓർഗാനിസം അറ്റ് ചില്ലിംഗ് ടെമ്പറേച്ചർ അല്ലെ നമ്മൾ പറഞ്ഞു. അതായത് പ്രധാനമായിട്ട് ചില്ലിംഗ് ടെമ്പറേച്ചറിൽ വളരുന്നതെന്ന് വെച്ചാൽ സൈഗ്രോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ സൈഗ്രോട്രോപ്സ് അല്ലെങ്കിൽ സ്പോയിലേജ് ഉണ്ടാക്കുന്ന സൈഗ്രോട്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സ്യൂഡോമോണാസ് ഉണ്ട്, പിന്നെ അസിനെറ്റോബാക്ടർ ഉണ്ട്, മൊറാക്സെല്ല ഉണ്ട്, മൈക്രോകോക്കസ് ഉണ്ട്, പ്രോട്ടിയസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചില ഈസ്റ്റ് മോൾഡും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക, സ്യൂഡോമോണാസ്, അസിനെറ്റോബാക്ടർ, മൊറാക്സെല്ല, മൈക്രോകോക്കസ്, പ്രോട്ടിയസ്, പിന്നെ ഈസ്റ്റ് മോൾഡ്. ഇത്ര എണ്ണമാണ് പ്രധാനമായിട്ടുള്ള ആ ഒരു സൈഗ്രോട്രോഫിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫ്രീസിംഗ് ആണ്. അപ്പം നമ്മൾ ലോ ടെമ്പറേച്ചറിൽ ആദ്യം കണ്ടതാണ് ചില്ലിംഗ് എന്ന് പറഞ്ഞു. ചില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നിയർലി ആ ഒരു 0 degree അടുത്തുള്ള ടെമ്പറേച്ചറാണ്. ഫ്രീസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലോവർ ടെമ്പറേച്ചറാണ്. അതായത് യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ഷിപ്പിംഗ് അല്ലെ. ഇപ്പം നമ്മൾ ഒരുപാട് ദൂരേക്കൊക്കെ നമ്മുടെ ഈ മീറ്റ് പ്രോഡക്ട്സിന് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോറേജ് ഫോർ ഷോർട്ടേജസ്, അല്ലെങ്കിൽ നമ്മളൊരു ലോങ് ഡ്യൂറേഷനിൽ ഈ പറഞ്ഞൊക്കെ നമുക്കൊരു മീറ്റിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോം ഫ്രീസിംഗ് ഒക്കെ നമുക്ക് ഫ്രീസിംഗിന് യൂസ് ചെയ്യാം. ഷാർപ്പ് ഫ്രീസിംഗ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് കട്ട്, ക്വിക്ക് ഫ്രീസിംഗ് ഫോർ സ്മോൾ ആൻഡ് പാക്കേജ്ഡ് പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഷാർപ്പ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് ലാർജ് കട്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വിക്ക് ഫ്രീസിംഗ് ആണ് സ്മോൾ പാക്കേജ്ഡ് പോർഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഷാർപ്പ് ഫ്രീസിംഗ്, എന്താണ് ക്വിക്ക് ഫ്രീസിംഗ് എന്ന് പറയാം. ഷാർപ്പ് ഫ്രീസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലോ ഫ്രീസിംഗ് ആണ്. അതായത് ഫ്രീസിംഗ് അവിടെ വളരെ പതുക്കെ സ്ലോലിയാണ് നടക്കുന്നത്. എന്ന് മാത്രമല്ല ഇവിടെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുമ്പോൾ ലാർജർ ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് സ്ലോ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലാർജ് ഐസ് ക്രിസ്റ്റൽ ഫോർമേഷനും ആയിരിക്കും നമ്മുടെ ഷാർപ്പ് ഫ്രീസിംഗിൽ ഉണ്ടാകുന്നത്. അത് ലാർജ് കട്ട്സിന് വേണ്ടിയിട്ടാണ് ഷാർപ്പ് ഫ്രീസിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വിക്ക് ഫ്രീസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫ്രീസിംഗ് ആയിരിക്കും. അത് മാത്രമല്ല അവിടെ ഫോം ചെയ്യുന്ന ഐസ് ക്രിസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളർ ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും. ഇതിന് വേറൊരു പേരുണ്ട്. ഇത് നമ്മുടെ ക്വിക്ക് ഫ്രീസിംഗിന് വേറൊരു പേരാണ് ഫ്ലാഷ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുള്ള ഫ്രീസിംഗ് ആണ് ഫ്ലാഷ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോവർ സ്റ്റോറേജ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ഫ്രീസിംഗിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ടെമ്പറേച്ചർ ഒരുപാട് ലോവർ ആയിട്ടുള്ളതായിരിക്കും. അതായത് ലൈക്ക് -12.2 degree to -28.9 degree Celsius. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം ലോവർ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റോറേജ് ടെമ്പറേച്ചറാണ് നമ്മൾ ഫ്രീസിംഗിൽ യൂസ് ചെയ്യുന്നത്. -12.2 to -28.9 degree Celsius improves the preservation. ഓക്കെ, അടുത്തത് ഫ്രീസിംഗ് കിൽസ് അബൌട്ട് ഹാഫ് ദ ബാക്ടീരിയ, റിമൈനിങ് മൈക്രോബ്സ് ഡിക്ലൈൻ സ്ലോലി അല്ലെ. അതായത് ചില്ലിംഗ് അല്ല, ചില്ലിങ്ങിൽ ബാക്ടീരിയാസിൻ്റെ ഒരു ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, ഒന്ന് കുറയ്ക്കത്തേ ഉള്ളൂ. ഓക്കെ, എനിക്ക് കംപ്ലീറ്റ്ലി കില്ല് ചെയ്യില്ല. പക്ഷേ നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു, ഓൾമോസ്റ്റ് ഹാഫ് ദ ബാക്ടീരിയനെ അത് കില്ല് ചെയ്യുന്നുണ്ട്. ബാക്കി എന്ത് ചെയ്യുന്നു, പതുക്കെ നമ്പർ സ്ലോലി ഡിക്ലൈൻ ചെയ്ത് വരും, കുറഞ്ഞു വരും. ഓക്കെ, ഇനി അടുത്ത ഇഫ് തോയിങ് ഈസ് സ്ലോ സൈഗ്രോട്രോപിക് ബാക്ടീരിയ ക്യാൻ റെസ്യൂം ഗ്രോത്ത്.
തോയിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആ ഒരു ഫുഡ് ഐറ്റത്തിനെ ഈ പറഞ്ഞൊക്കെ ഫ്രീസറിൽ വെച്ചിരുന്ന സംഭവത്തിനെ നമ്മൾ വാംത്ത് കൊടുത്തതിനെ ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ തോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ തോയിങ് ചെയ്യുന്ന സമയത്ത് തോയിങ് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ഫ്രീസറിലിരുന്ന ഫുഡ് ഐറ്റംസ് അല്ലേ, അപ്പോൾ അതിനകത്ത് ഹാഫ് മൈക്രോ ഓർഗാനിസംസ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ തോയിങ് സ്ലോ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടി 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 ആ ഒരു സൈക്രോട്രോപിക്കിന് വളരാൻ പറ്റുന്ന ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്ക് അവരവിടുത്തെ ഗ്രോത്ത് റെസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ക്യുക്ക് തോയിങ് പെട്ടെന്നാണ് തോയിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ പ്രിവെന്റ് സിഗ്നിഫിക്കൻറ്റ് മൈക്രോബിക് ഗ്രോത്ത്. കാര്യം എന്താണ്, നമ്മൾ ആ ഒരു സൈക്രോട്രോപ്പിന് ഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എത്തുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ക്യുക്കായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ കണ്ടീഷനിൽ നമുക്ക് സൈക്രോട്രോപിക്കിൻ്റെ ഗ്രോത്ത് അത്രത്തോളം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇൻ സമ്മറി, ലോ ടെമ്പറേച്ചർ പ്രിസർവേഷൻ റിലൈസ് ഓൺ റാപ്പിഡ് ചില്ലിംഗ് ഓർ ഫ്രീസിംഗ് ടു കൺട്രോൾ മൈക്രോബിയൽ ഗ്രോത്ത് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓസോൺ അറ്റ്മോസ്ഫിയേഴ്സ് ഓഫറിംഗ് എക്സ്റ്റെൻഡഡ് സ്റ്റോറേജ് പൊട്ടൻഷ്യൽ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ടെമ്പറേച്ചേഴ്സിൽ നമ്മൾ ചില്ലിങ്ങുമാണ് ഫ്രീസിങ്ങുമാണ് പറഞ്ഞത്. ഓക്കെ, ചില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു -1.2 മുതൽ 2.2 വരെയുള്ള ടെമ്പറേച്ചറും, ഫ്രീസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു -12.2 മുതൽ 28.9 വരെയുള്ള ഫ്രീസിങ്ങുമാണ്. ഓക്കെ, ഇല്ല പിന്നെ നമ്മൾ ചില്ലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു സൈക്രോട്രോപിക് ബാക്ടീരിയ ഒക്കെ അവിടെ ഗ്രോ ചെയ്യാം, പക്ഷെ നമ്മൾ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഓസോൺ പോലത്തേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും, പക്ഷെ അവിടെ മീറ്റിൻ്റെ ടെക്സ്ചറിലും ഫ്ലേവറിലും ഒക്കെ ഡിഫറൻസ് വരാം. ഓക്കെ, ഇനി നമ്മൾ ഫ്രീസിങ്ങിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് 2 ടൈപ്സ് ഓഫ് ഫ്രീസിങ് പറഞ്ഞു, ക്വിക്ക് ഫ്രീസിങ്ങും പറഞ്ഞു, പിന്നെ എന്താണ് നമ്മുടെ ആ ഒരു ഷാർപ്പ് ഫ്രീസിങ് പറഞ്ഞു. ഷാർപ്പ് ഫ്രീസിങ് ലാർജ് കട്ടിനും ക്വിക്ക് ഫ്രീസിങ് സ്മോളർ പോർഷൻസിനുമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫ്രീസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വേറൊരു കാര്യം പറയുന്നത് എന്താണ്, തോയിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം സ്ലോ ആയിട്ടുള്ള തോയിങ് ആണെന്നുണ്ടെങ്കിൽ സൈക്രോട്രോപ്സ് വളരാനുള്ള ഒരു അവസരം കിട്ടും, ക്വിക്കായിട്ടുള്ള തോയിങ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഒരു സൈക്രോട്രോപ്സിന് വളരാൻ പറ്റാതെ വരും. ഓക്കെ, അങ്ങനെ മൈക്രോബ് ഗ്രോത്തിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് യൂസ് ഓഫ് ഇറേഡിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അസെപ്സിസ് പറഞ്ഞു, യൂസ് ഓഫ് ഹീറ്റ് പറഞ്ഞു, യൂസ് ഓഫ് ലോ ടെമ്പറേച്ചറിൽ ചില്ലിങ്ങും ഫ്രീസിങ്ങും പറഞ്ഞു. അടുത്തതാണ് ഇറേഡിയേഷൻ. ഇറേഡിയേഷന് പ്രധാനമായിട്ടും എന്താണ്, നമ്മുടെ UV റേസ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ഇറേഡിയേഷൻസ് ആണ് നമ്മളെ യൂസ് ചെയ്യുന്നത്. അത് ചിൽഡ് സ്റ്റോറേജിൽ നമ്മൾ UV റേസും കൂടി കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജിലൊക്കെ വലിയ പീസസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിടത്തില്ലേ, നിങ്ങളിപ്പം മറ്റേ ടർബോ പോലത്തെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഹണീബി പോലത്തെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ ആ കോൾഡ് സ്റ്റോറേജിൽ വലിയ മീനെയാണ് ആ ഒരു ഫ്രീസർ യൂണിറ്റിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അപ്പോൾ അത്രയും വലിയ പീസൊക്കെ സൂക്ഷിച്ച് വെക്കുന്നിടത്ത് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു UV റേഡിയേഷൻ കൂടി യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ സ്പോയിലേജ് കുറയ്ക്കാൻ പറ്റും. UV റേസ് റെഡ്യൂസ് എയർബോൺ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് കിൽ ദോസ് ഓൺ എക്സ്പോസ്ഡ് മീറ്റ് സർഫസസ് ബട്ട് ആർ ഇൻഇഫക്റ്റീവ് ഓൺ മൈക്രോബ്സ് ഷീൽഡഡ് ബൈ ഫാറ്റ് ഓർ ഒപ്പേക്ക് മെറ്റീരിയൽസ്. അല്ലേ, നമ്മൾ ഈ ഇവിടെ പറയുന്നത് മീറ്റിൻ്റെ കേസാണ്. അപ്പം മീറ്റിൻ്റെ സർഫസിലും മീറ്റ് സൂക്ഷിക്കുന്ന ആ ഒരു റൂമിൽ ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് UV റേസ് വെച്ചിട്ട് നശിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ മീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം മീറ്റിൻ്റെ പുറത്ത് ഒരു ലെയർ ഓഫ് ഫാറ്റ് ആണുള്ളതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പേക്ക് മെറ്റീരിയലൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഈ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ നമുക്ക് UV റേസ് വെച്ചിട്ട് അതിനെ കൊല്ലാനായിട്ട് പറ്റില്ല. ഓക്കെ, UV ഇറേഡിയേഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ റാപ്പിഡ് ഏജിങ് ഓഫ് ദ മീറ്റിൻ്റെ നമ്മൾ പറഞ്ഞു നേരത്തെ, മീറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏജിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, അപ്പം UV റേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ ഈ മീറ്റിനെയൊക്കെ റാപ്പിഡായിട്ട് ഏജ് ചെയ്യാൻ പറ്റും ബൈ ഇൻഹിബിറ്റിംഗ് സർഫസ് മോൾഡ് ഗ്രോത്ത് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് ദാൻ യൂഷ്വൽ ചില്ലിംഗ്. ഓക്കെ, ഇനി അടുത്തതാണ് ദിസ് റാപ്പിഡ് ഏജിംഗ് പ്രോസസ് ടെൻഡറൈസസ് ദ മീറ്റ് യൂസിങ് ഇറ്റ്സ് നാച്ചുറൽ എൻസൈം ആൻഡ് ഷോർട്ടൻസ് ഏജിംഗ് ടൈം ഫ്രം വീക്സ് ടു ജസ്റ്റ് 2 to 3 days. അല്ലേ, നമ്മൾ യൂഷ്വലി ഈ മീറ്റൊക്കെ ഏജ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 2 മുതൽ 4 ആഴ്ച വരെയൊക്കെ എടുക്കും. അപ്പം ഈ ഒരു പീരീഡിന് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു ടെൻഡറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ലതായിട്ട് വരുന്നതിന് നമുക്ക് ഇത്രയും സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ UV റേസ് ഒക്കെ റേഡിയേഷനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ എന്താണ് ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ടർ സ്പാനിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, UV അസിസ്റ്റഡ് ഏജിങ് ഈസ് ഡൺ അറ്റ് 18 degrees Celsius and 85 to 90 degree humidity but may cause oxidation and fat breakdown. ഓക്കെ, അപ്പം ഏജിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ UVനെ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്താണ്, അത് ടെമ്പറേച്ചർ അവിടെ പെർഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ 18 degrees Celsius ആണ്. അതുപോലൊക്കെ തന്നെ ഹ്യൂമിഡിറ്റി 85 to 90% ഹ്യൂമിഡിറ്റി ആണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു
ഏർലി അല്ലെങ്കിൽ റാപ്പിഡ് ഏജിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കാം, അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. ഓക്കെ, ഇനി ഗാമ ഇറേഡിയേഷൻ. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ UV ഇറേഡിയേഷൻ ആണ്. ഗാമ ഇറേഡിയേഷനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതായത് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ കണക്ക് കളറ് അല്ലെങ്കിൽ ഫ്ലേവർ ചേഞ്ചസിലൊക്കെ ചേഞ്ചസ് വരുത്തും. അതും ഒരു എക്സ്പെരിമെൻ്റലായിട്ടും പരീക്ഷണാർത്ഥമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാമ റേസിൻ്റെ ഒരു ഇറേഡിയേഷൻ്റെ ഡോസ് പറഞ്ഞിട്ടുണ്ട് 20 to 70 കിലോഗ്രേ ആണ് കേട്ടോ, കിലോഗ്രേ ആണ്. അപ്പം അത് ഈ G-ray എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആ ഒരു ഗാമ ഇറേഡിയേഷൻ്റെ ഒരു യൂണിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഗാമ റേഡിയേഷൻ സെറ്റ് ദ ഡോസ് ഓഫ് 20 to 70 കിലോഗ്രേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞൊക്കെ റേഡിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രിസർവേഷൻ ബൈ ഡ്രൈയിങ് ആണ്. അപ്പോൾ ഇറേഡിയേഷനിൽ നമ്മൾ UV റേസും പറഞ്ഞു, പിന്നെ ഗാമ ഇറേഡിയേഷൻ പറഞ്ഞു. UV ഇറേഡിയേഷനാണ് കുറച്ചും കൂടെ ഗാമേനേക്കാളും വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡ്രൈയിങ് മെത്തേഡാണ്. ഡ്രൈയിങ് എന്താണ് നമുക്കറിയാം, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിസർവേഷൻ മെത്തേഡാണ് അല്ലേ. നമ്മുടെ ഇപ്പോൾ ഈ മലമ്പ്രദേശത്ത് അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ഇപ്പോൾ ഇടുക്കി പോലത്തെ വയനാട് പോലത്തെയൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ ഇടിയിറച്ചി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ബീഫ് അല്ലെങ്കിൽ ഈ പന്നിയുടെയൊക്കെ ഇറച്ചി അവരങ്ങനെ സൂക്ഷിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡ്രൈയിങ് പ്രോസസ്സിലാണ്. ഒന്ന് ഇതിനെ വളരെ ചെറിയ പീസായിട്ട് മുറിച്ച് അതിനകത്ത് ഈ ഉപ്പ് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിനിങ്ങനെ കമ്പിയിൽ കോർത്തിട്ട് നല്ല വെയിലുള്ള സമയത്ത് ഉണക്കിയെടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന നമ്മുടെ പഴയ കിച്ചണിലൊക്കെ ഈ സ്മോക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ സ്മോക്കിംഗ് ഇഫക്റ്റിൽ അങ്ങനെ ഡ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പം ഡ്രൈയിങ് മീറ്റ് ഈസ് എ ട്രഡീഷണൽ പ്രിസർവേഷൻ മെത്തേഡ് ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഫോർ പ്രോഡക്ട്സ് ലൈക്ക് ജെർക്കി ആൻഡ് ഡ്രൈ സോസേജസ്. ഡ്രൈഡ് ബീഫ് ഈസ് ടിപ്പിക്കലി ക്യൂർഡ് ആൻഡ് സ്മോക്ക്ഡ്. ഓക്കെ, അപ്പോൾ ഡ്രൈഡ് ബീഫ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ക്യൂർഡ് ആണ്, അതായത് നമ്മളിങ്ങനെ ഇതൊക്കെ സ്പൈസസും ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് ആൻഡ് സ്മോക്ക്ഡ് ആയിരിക്കും. റെഡ്യൂസിങ് മൈക്രോബിയൽ ലോഡ് തോ കണ്ടാമിനേഷൻ ക്യാൻ ഒക്കർ ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോസസ്സിങ്. പക്ഷേ ഇത് പറഞ്ഞ കണക്ക് നമ്മളിങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള മൈക്രോബിയൽ ലോഡ് കുറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ പ്രോസസ്സിങ് അതിനകത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാം. ഓക്കെ, പ്രോഡക്ട്സ് ലൈക്ക് ഡ്രൈ സോസേജസ് ആൻഡ് സലാമീസ് റിലൈ മെയിൻലി ഓൺ ലോ മോയ്സ്ചർ കണ്ടന്റ് ഫോർ പ്രിസർവേഷൻ ആൻഡ് ഡ്രൈ കേസിംഗ് സർഫസ് ആഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈ സോസേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതാണ് സോസേജ് എന്ന് പറയുന്നത്, നീളത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സലാമി എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ കുഞ്ഞ് പപ്പടത്തിൻ്റെ വലിപ്പത്തിലുള്ള സാധനം, അതും നമ്മുടെ ഈ സോസേജ് പോലെ തന്നെ ഒരു മീറ്റിൻ്റെ ഒരു പ്രോസസ്ഡ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, പ്രധാനമായിട്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും. അത് മാത്രമല്ല അതിനൊരു ഡ്രൈ കേസിംഗ് സർഫസ്, അതായത് മോയ്സ്ചർ ഒന്നും ഇല്ലാത്തൊരു ഡ്രൈ കവറിങ്ങും കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത്തരം ഡ്രൈ സോസേജിനെ സലാമിനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ ഡ്രൈയിങ് മെത്തേഡ്സ് ഓഫൺ ഇൻക്ലൂഡ് സാൾട്ടിങ് ആൻഡ് സ്മോക്കിംഗ് അല്ലേ, അതായത് ഉപ്പിട്ടിട്ട് ഈ പുക കൊടുത്ത് ഉണക്കിയെടുക്കുന്നത്, അതാണ് സാൾട്ടിങ് ആൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സം മോഡേൺ വേരിയേഷൻസ് ഇൻവോൾവ് ക്യൂറിങ് ആൻഡ് അഡിറ്റീവ്സ് ലൈക്ക് ലെസിത്തിൻ. ഓക്കെ, അപ്പം ഈ ഡ്രൈയിങ്ങിനകത്ത് തന്നെ കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് എന്താണ്, അതിനകത്ത് ഇപ്പോൾ അഡിറ്റീവ്സ്, ഇപ്പോൾ ലെസിത്തിൻ പോലത്തെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാം. അതിലൊക്കെ ക്യൂറിങ്ങിൽ നമ്മളിപ്പോൾ നൈട്രേറ്റ്സ് അല്ലെങ്കിൽ നൈട്രേറ്റ്സ് ഒക്കെ കൊടുത്ത് ക്യൂർ ചെയ്തുകൊണ്ട് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് ഫ്രീസ് ഡ്രൈയിങ് ഈസ് ബിക്കമിങ് മോർ പോപ്പുലർ എസ്പെഷ്യലി ഫോർ പ്രോസസ്ഡ് മീറ്റ്സ് ലൈക്ക് പാറ്റീസ് ആൻഡ് സ്റ്റ്യൂ മേക്കിംഗ് ദം സ്യൂട്ടബിൾ ഫോർ സ്പെഷ്യലൈസ്ഡ് യൂസസ്. അപ്പം ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതായത് നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ്, പക്ഷേ ലോ ടെമ്പറേച്ചറിൽ തന്നെ ഇതിൻ്റെ മോയ്സ്ചർ എന്ത് ചെയ്യുന്നു, സബ്ലൈം ചെയ്ത് പോവുകയാണ്. അതായത് ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തുകൊണ്ട് ലോ ടെമ്പറേച്ചർ സൂക്ഷിക്കുക. അതാണ് ഫ്രീസ് ഡ്രൈയിങ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ലയോഫിലൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ക്രയോഡെസിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഫ്രീസ് ഡ്രൈയിങ് ആണ്. അപ്പോൾ ഫ്രീസ് ഡ്രൈയിങ്ങിലൂടെ നമുക്ക് മീറ്റിനെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പാറ്റീസ് പോലത്തെ, പാറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇപ്പോൾ ഈ ബർഗറിൻ്റെ ഒക്കെ നടുക്കൊരു സംഭവം, ഒരു മീറ്റിൻ്റെ ലെയർ ഉണ്ടാവത്തില്ല, ചിക്കൻ ഓർ ബീഫ് വോട്ടെവർ, അതിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. ആ ഒരു നമ്മൾ കട്ട്ലറ്റ് എന്ന് പറയും കൊളോക്കിയിൽ അല്ലേ, അപ്പം അതാണ് പാറ്റി എന്ന് പറയുന്നത്. അങ്ങനത്തെ പാറ്റി അല്ലെങ്കിൽ സ്റ്റ്യൂസ് പോലത്തെയൊക്കെ എന്താണ് നമുക്കിങ്ങനെ ഫ്രീസ് ഡ്രൈ ചെയ്തിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ ഇഫക്റ്റീവ് ഡ്രൈയിങ് ദ മീറ്റ് മസ്റ്റ് ബി മൈക്രോബയോളജിക്കലി ക്ലീൻ ആൻഡ് ഫ്രീ ഓഫ് സ്പോയിലേജ് ഓർ ഓഫ് ഫ്ലേവേഴ്സ് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റ് ഉണ്ടായിരിക്കണം മൈക്രോബയോളജിക്കലി ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ സ്പോയിലേജ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഇഫക്റ്റീവായിട്ട് മോയ്സ്ചറൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രൈയിങ് കിട്ടും. ഓക്കെ,
ഇനി അടുത്തതാണ് യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ അസെപ്സിസ് കണ്ടു, ഹൈ ഹീറ്റ് അല്ലെ ഹീറ്റ് കണ്ടു, പിന്നെ ലോ ടെമ്പറേച്ചർ കണ്ടു, പിന്നെ ഇറേഡിയേഷൻ കണ്ടു, അത് കഴിഞ്ഞ് നമ്മുടെ അല്ലെ ഡ്രൈയിങ് കണ്ടു. അടുത്തതാണ് യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ദ യൂട്ടിലൈസേഷൻ ഓഫ് എ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് ആഡഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഓസോൺ നമ്മൾ ഓൾറെഡി കണ്ടു. ഇൻ ദ ചില്ലിംഗ് സ്റ്റോറേജ് ഓഫ് മീറ്റ്സ് ഹാസ് ബീൻ ഡിസ്കസ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രിസർവേഷൻ ബൈ ഹെവി സോൾട്ടിങ്, അതായത് ഒരുപാട് ഉപ്പിട്ട് ഉണക്കി സൂക്ഷിക്കുക. അപ്പോൾ ഉപ്പിടുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്, അത്രയും സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്ക് നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്ത് നടക്കത്തില്ല. ഓക്കെ, അപ്പം പ്രിസർവേഷൻ ബൈ ഹെവി സോൾട്ടിങ് ഈസ് ആൻ ഓൾഡ് മെത്തേഡ് ദാറ്റ് യൂഷ്വലി റിസൾട്ട് ഇൻ ആൻ ഇൻഫീരിയർ പ്രോഡക്റ്റ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സോൾട്ടഡ് ആയിട്ട് ഭയങ്കര ഡ്രൈ ഔട്ട് ആയിട്ടുള്ള അല്ലെ ഒരു നമുക്കൊരു നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല, ഒരു ഇൻഫീരിയർ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് പലപ്പോഴും കിട്ടുക. ഓക്കെ, പ്രൈമർലി ഓർഡിനറി സോൾട്ടിങ് ഈസ് കമ്പൈൻഡ് വിത്ത് ക്യൂറിങ് ആൻഡ് സ്മോക്കിംഗ് ഇൻ ഓർഡർ ടു ബി ഇഫക്റ്റീവ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ അല്ലെ, ഉപ്പിട്ട് നമ്മൾ ഈ പറഞ്ഞൊക്കെ പുക കയറ്റി ഉണക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ആ ഒരു പ്രിസർവേറ്റീവിൻ്റെ ഇഫക്റ്റ് വരുന്നത്, നമ്മുടെ സോൾട്ട് ആ ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്മോക്കിനകത്തുള്ള ചില സബ്സ്റ്റൻസ് അവിടെ ഒരു പ്രിസർവേറ്റീവ് ആക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്യൂറിങ് മീറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്താണ് അഡീഷണൽ ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഈ പറഞ്ഞ കണക്ക് നൈട്രേറ്റ്സ് അല്ലെങ്കിൽ നൈട്രേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മീറ്റിൻ്റെ ഫ്ലേവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അതിന് സ്പോയിലേജ് കുറയ്ക്കാനായിട്ടും അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും ഒക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്യൂറിങ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ബീഫ് ആൻഡ് പോർക്ക് ആൻഡ് ഇൻവോൾവ് സോൾട്ടിങ് വിത്ത് അഡീഷണൽ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഓഫൻ വിത്ത് റെഫ്രിജറേഷൻ, സ്മോക്കിംഗ് ആൻഡ് ഡ്രൈയിങ്. അപ്പം ഇതിൻ്റെ കൂടെ എന്താണ് ക്യൂർ ചെയ്ത മീറ്റിന് നമ്മളൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യൂറിങ് ഏജൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാം, ഷുഗർ യൂസ് ചെയ്യാം, സോഡിയം നൈട്രേറ്റും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോൾട്ട്, ഷുഗർ, സോഡിയം നൈട്രേറ്റ് ഈച്ച് സെർവിങ് ഡിഫറെൻറ്റ് പർപ്പസ് സച്ച് ആസ് ഫ്ലേവറിങ്, പ്രിസർവേഷൻ, കളർ ഫിക്സേഷൻ. അപ്പോൾ നമ്മുടെ ഈ സോഡിയം നൈട്രേറ്റും ഒക്കെ പ്രധാനമായിട്ട് ആ ഒരു കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഫ്ലേവറിങ്, പ്രിസർവേഷൻ ഒക്കെ നമ്മുടെ ഈ ഷുഗർ, സോൾട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം കോമൺ ആയിട്ടുള്ള ക്യൂറിങ് ഏജൻറ്റ്സ് ആണ് സോൾട്ട്, ഷുഗർ, അതിലൊക്കെ സോഡിയം നൈട്രേറ്റ് എക്സെട്ര. ഓക്കെ, ഇനി സോഡിയം ക്ലോറൈഡ് പ്രിസർവ്സ് മീറ്റ് ബൈ ലോവറിങ് ഇറ്റ്സ് വാട്ടർ ആക്ടിവിറ്റി. അതായത് എന്താണ്, നമ്മളൊരു സൊല്യൂട്ട് ചെല്ലുകയാണ്. അപ്പോൾ സൊല്യൂട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് വാട്ടറിൻ്റെ റിമൂവൽ സംഭവിക്കും, വാട്ടർ ആക്ടിവിറ്റി കുറയും. അപ്പോൾ മൈക്രോബിയൽ ഗ്രോത്ത് അവിടെ കുറവായിരിക്കും. വൈൽ ഷുഗർ പ്രൊവൈഡ്സ് എനർജി ഫോർ ബാക്ടീരിയ ഇൻവോൾവ് ഇൻ ക്യൂറിങ്. അതുപോലെ ഷുഗർ പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ ക്യൂറിങ് എന്ന് പറയുന്ന ഒരു നമ്മുടെ മീറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനകത്ത് കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഇൻവോൾവ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഷുഗറാണ്. ആൻഡ് നൈട്രേറ്റ്സ് ഹെൽപ്പ് വിത്ത് കളർ ആൻഡ് ബാക്ടീരിയോസ്റ്റാസ്. അതായത് ബാക്ടീരിയസിൻ്റെ ഒരു ഗ്രോത്തിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുമാണ് നമ്മൾ നൈട്രൈറ്റ്സിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4 ക്യൂറിങ് മെത്തേഡ്സ് ആർ യൂസ്ഡ്: ഡ്രൈ ക്യൂർ, പിക്കിൾ ക്യൂർ, ഇഞ്ചക്ഷൻ ക്യൂർ ആൻഡ് ഡയറക്റ്റ് അഡീഷൻ ക്യൂർ വിത്ത് വേരിയിങ് ക്യൂറിങ് ടൈംസ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിന് ഓരോന്നിനും ടെമ്പറേച്ചറും ക്യൂറിങ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 4 ടൈപ്സ് ഓഫ് ക്യൂറിങ് മെത്തേഡാണ് പറയുന്നത്. ഡ്രൈ ക്യൂർ ഉണ്ട്, പിക്കിൾ ക്യൂറിങ് ഉണ്ട്, ഇഞ്ചക്ഷൻ ക്യൂർ ഉണ്ട്, ഡയറക്റ്റ് അഡീഷൻ ക്യൂർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ടൈപ്സ് ക്യൂർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ടൈപ്സ് ഓഫ് ക്യൂറിങ് എന്ന് പറയാം. എന്താണ്, ഡ്രൈ ക്യൂർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ മീറ്റൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഡ്രൈ ആയിട്ട് നമ്മൾ, അതായത് ജസ്റ്റ് ഇപ്പോൾ ഉപ്പിൻ്റെ പരലുപ്പ് അല്ലെങ്കിൽ ഈ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ നമ്മൾ ഡ്രൈ ഫോമിൽ ഇതിനെ റബ്ബ് ചെയ്ത് പിടിച്ചിട്ട് കുറേ നേരം അതിന് എക്സ്റ്റൻഡ് പീരീഡ് വെക്കുകയാണ്, അതിനകത്ത് ഒരു മോയ്സ്ചറൊക്കെ ഡ്രോ ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഡ്രൈ ക്യൂർ. പിക്കിൾ ക്യൂർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പിക്കിൾ ചെയ്യുകയാണ്. അതായത് ഒരു ബ്രൈൻ അല്ലെങ്കിൽ ഒരു സോൾട്ട് സൊല്യൂഷനിലേക്ക് അതിനകത്ത് വിനെഗറും മറ്റ് സ്പൈസസും ഒക്കെ ഉണ്ടായിരിക്കും, അതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുള്ള ക്യൂറിംഗ് ആണ്. ഇഞ്ചക്ഷൻ ക്യൂറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മീറ്റിനകത്തേക്ക് നമ്മൾ ക്യൂർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ മറ്റ് നൈട്രേറ്റ്സ് ഒക്കെ നമ്മൾ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഡയറക്റ്റ് അഡീഷനും ഈ പറയുന്നതൊക്കെ നമ്മുടെ ഒരു പിക്കിൾ ക്യൂർ പോലത്തെ ഡയറക്റ്റ്ലി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യൂറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ പറയുമ്പോഴത്തേക്ക് ക്യൂറിംഗ് ടൈമിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്, ടെമ്പറേച്ചറിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇനി ക്യൂറിംഗ് ഈസ് ഓഫൻ ഫോളോഡ് ബൈ സ്മോക്കിംഗ്. നമ്മൾ പറഞ്ഞു ക്യൂറിംഗ് കഴിഞ്ഞിട്ട് അതിനെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് സ്മോക്കിംഗ് വരും, കാര്യം അതൊരു അഡീഷണൽ പ്രിസർവേഷൻ ആണ് ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, പ്രിസർവ് ദ മീറ്റ്. സോ സം മീറ്റ്സ് ലൈക്ക് കോൺഡ് ബീഫ് റിക്വയർ റെഫ്രിജറേഷൻ ഇൻസ്റ്റഡ്. ഇനി കോൺഡ് ബീഫ് പോലെ തന്നെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്യൂറിങ്ങിന് ശേഷം സ്മോക്കിംഗ് അല്ല കൊടുക്കുക, പകരം റെഫ്രിജറേഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺഡ് ബീഫ് എന്താണെന്ന് നോക്കാം.
ഓക്കെ, കോൺഡ് ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ടെൻഡറൈസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബീഫിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കോൺഡ് ബീഫ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് റെഫ്രിജറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ സ്മോക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഈ ക്യൂറിങ്ങിനെ തുടർന്ന് എന്ത് ചെയ്യും, നമ്മൾ സ്മോക്കിംഗ് ആണ് യൂഷ്വലി ചെയ്യുന്നത്. പക്ഷേ കോൺഡ് ബീഫ് പോലത്തെ, അതായത് ബീഫിനെ നമ്മൾ ഈ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് അതിനെ ഒന്ന് ടെൻഡറൈസ് ആക്കാനായിട്ട് നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയിട്ടുള്ള ഒരു ഇതുണ്ട് ബീഫിൻ്റെ, അതിനാണ് കോൺഡ് ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ബീഫിൻ്റെ കേസിൽ നമ്മൾ ക്യൂറിങ് കഴിഞ്ഞിട്ട് സ്മോക്കിംഗ് അല്ല ചെയ്യുന്നത്, പകരം നമ്മളതിനെ റെഫ്രിജറേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സം സോസേജസ് അണ്ടർഗോ ആസിഡ് ഫെർമെന്റേഷൻ ഡ്യൂറിങ് ക്യൂറിങ്ങിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞ ചില സോസേജസ് എന്താണ്, അതിനകത്ത് അസിഡിക് ഫെർമെന്റേഷൻ നടക്കും. ഓക്കെ, വിച്ച് നോട്ട് ഓൺലി പ്രിസേർവ്സ് ദ മീറ്റ് ബട്ട് ആഡ്സ് എ ടാങ്കി ഫ്ലേവർ. അല്ലെ, ആസിഡ് ഫെർമെന്റേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഒക്കെ വന്നിട്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനത്തെ ബാക്ടീരിയ വന്ന് ഇതിനകത്ത് ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു ഫെർമെന്റേഷൻ കാരണം ഇതിനൊരു പ്രിസർവേഷനും കിട്ടും. അത് മാത്രമല്ല ഈ ആസിഡിന്റെ പ്രൊഡക്ഷൻ കാരണം ഒരു ടാങ്കി അല്ലെങ്കിൽ ആ ഒരു പുളിപ്പുള്ള ഒരു ഫ്ലേവറും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ആ ഒരു പിക്കിൾഡ് ക്യൂറിംഗ് എന്ന് പറഞ്ഞു അല്ലെ. പിക്കിൾഡ് ക്യൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ആ ഒരു പിക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനിലേക്ക് സോൾട്ടിനോടൊപ്പം തന്നെ നമ്മൾ വിനെഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ വിനെഗർ ഈസ് യൂസ്ഡ് ഇൻ ദ പിക്ലിംഗ് സൊല്യൂഷൻ ഫോർ സർട്ടൺ ക്യൂർഡ് മീറ്റ്സ് ലൈക്ക് പിക്കിൾഡ് പിഗ്സ് ഫീറ്റ്. ഓക്കെ, പിക്കിൾഡ് പിഗ്, അതായത് നമ്മുടെ പിഗിന്റെ ഫീറ്റ് ഒക്കെ പിക്കിൾ ചെയ്ത് യൂസ് ചെയ്യും. അതിനകത്തേക്ക് നമ്മൾ വിനെഗറൂടെ ആഡ് ചെയ്ത് കൊടുക്കും, ഹെൽപ്പിംഗ് പ്രിസർവ് ദ പ്രോഡക്റ്റ് ആൻഡ് പ്രിവെന്റ് സ്പോയിലേജ്. ഓക്കെ, അപ്പോൾ വിനെഗറും കൂടി ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു എന്താണ് ഒരു പ്രിസർവേഷൻ അവിടെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.